അവർ തളർന്നില്ല, തകർന്നില്ല. അവരെ തകർക്കാൻ ഒരുമ്പെട്ടവർ അവരുടെ പിന്തുണയ്ക്ക് വേണ്ടി യാചിച്ച് വസ്ത്രം മാറ്റി വന്ന് നിൽക്കുന്നു അവരുടെ മുമ്പിൽ. ഇത് കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ ഉംറക്ക് പോയപ്പോൾ ഹറമിൽ നിന്ന് കേട്ട പ്രസംഗാണിൻ്റെ. വല്ലാത്തൊരാവേശമുള്ള പ്രസംഗം. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ ഉംറക്ക് പോയൊരു സമയത്ത് അവിടുത്തെ പള്ളിയിൽ ഇമാമ് പറഞ്ഞ ഖത്തീബ്, ഹറമിലെ ഖത്തീബിൻ്റെ പ്രസംഗമാണ്. ഞങ്ങൾ സൗദി അറേബ്യയിൽ ഒരു ഇസ്ലാമിക ഭരണകൂടം സ്ഥാപിക്കുമ്പോൾ ഒരുപാട് വെല്ലുവിളികളും ഭീഷണികളും നേരിട്ടിട്ടാണ് ഞങ്ങളെ പൂർവികന്മാർ ഇത് ചെയ്തത്. പക്ഷെ പടച്ചവൻ്റെ സഹായം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തൗഹീദിന് വേണ്ടിയാണ് നിലനിന്നത് അന്നും ഇന്നും. അത് കൈവിട്ടൊരു കാര്യം ഞങ്ങളെ പക്കലില്ല. ഞങ്ങളത് പറ്റി ചിന്തിച്ചിട്ടുമില്ല. ഞങ്ങളതൊട്ട് കൈ ഒഴിയൂല. ആ മാർഗത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. പോരായ്മകളുണ്ടാവും, അത് ഞങ്ങൾ പരിഹരിക്കും. പക്ഷേ അള്ളാഹ് ഞങ്ങളെ കൈവിട്ടിട്ടില്ല. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഈ നാട്ടുകാരിൽ പോരായ്മകളുണ്ടാവാം ഖത്തറിലെ ആളുകളിൽ. പക്ഷേ അവർക്കൊരു പ്ലസ് പോയിന്റ് ഉണ്ട്. മുവഹിദുകളാ, ഒരു ജാറം ഒരു മക്കാം ആ ജാതി വിശ്വാസങ്ങളുള്ളവരുണ്ടായേക്കാം. പക്ഷേ സമൂഹം അവിടേക്ക് നീങ്ങിയിട്ടില്ല. ഈ മണ്ണിൽ നിന്ന് പെട്രോളാണ് ലഭിക്കുന്നത്, ഈ മണ്ണിൽ നിന്ന് ഗ്യാസാണ് ലഭിക്കുന്നത്. റബ്ബ് കൈയൊഴിഞ്ഞോ ഇവരെ? പടച്ചോൻ കൈയൊഴിയില്ല, ഒഴിഞ്ഞിട്ടുമില്ല. അതൊരു വല്ലാത്ത സത്യമാണ്. മുവഹിദുകളായി ജീവിക്കുന്ന ആളുകൾക്ക് ആശങ്കക്കർക്കല്ല. അള്ളാഹു കൈയൊഴിയില്ല എന്നത് റബ്ബിന്റെ വാക്കാ. ലാ യുഖ്ലിഫുൽ മിയാദ്, അവൻ വാഗ്ദാനം തെറ്റിക്കില്ല. അപ്പൊ ഈ ആശങ്കയാണ് അന്നും ഉണ്ടായത്, ഇന്നും ഉണ്ടായത്. എന്നാൽ ഞങ്ങൾക്ക് ഔലിയാക്കളുണ്ട്, ഞങ്ങൾക്ക് ശുഹദാക്കളുണ്ട്, ഞങ്ങൾക്ക് ജാറങ്ങളുണ്ട്, മക്കാമുകളുണ്ട്, നബിമാരുണ്ട്, മലായിക്കത്തീങ്ങളുണ്ട്, ജിന്നുകളുണ്ട് ഞങ്ങളെ സഹായിക്കാൻ എന്ന് പറഞ്ഞവർ എവിടെ എത്തി നിൽക്കുന്നു? ആയോ? താരതമ്യം ചെയ്താൽ ഇതനുസരിച്ച് പുരോഗതി കാണിച്ചു തരാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഈ തൗഹീദിന്റെ ശക്തമായ പ്രചരണവും നടന്നപ്പോൾ അവരിൽ പലരും പേര് മാറിയില്ലെങ്കിലും പല അന്ധവിശ്വാസങ്ങളും ഒക്കെ ഉപേക്ഷിച്ചു എന്നുള്ള സത്യം. അതനുസരിച്ച് ഹൈറ് കിട്ടുന്നുണ്ടാവും. അത്രയേ ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളൂ. ഇത് പറയാനാണ് ഞാനീ പറഞ്ഞത്. ഏത് ഈ എന്തുകൊണ്ടവർ സ്വീകരിച്ചില്ല എന്ന അടിസ്ഥാനപരമായ 3-4 കാരണങ്ങൾ പറഞ്ഞത്. എന്നും ഈ കാരണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക നമ്മൾ. ആ കാരണങ്ങൾ കൊണ്ട് തൗഹീദിന്റെ വശത്തെ തടയാണ്ടിരിക്കുക, സ്വീകരിക്കാതിരിക്കുന്ന ഒരവസ്ഥ വരരുത്. ഇനിയും സ്വീകരിച്ചിട്ടില്ലാത്തവരോട്, ഈ വിഷയത്തിൽ പ്രവർത്തിക്കുന്നവരോടൊരു കാര്യം, ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കുക. നിങ്ങളങ്ങ് പോയി പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറഞ്ഞ് സ്വീകരിക്കൂല. കുഞ്ഞാടുകളെ കാര്യം ഏതാണ്ട് ഇത് തന്നെയാണ്. കളിയാക്കുകയല്ല ഞാൻ. കുഞ്ഞാടുകളെ എന്ന് ഖുർആനിൽ ഒരു പ്രയോഗമുണ്ട്. അസ്തഗ്ഫിറുല്ലാഹ്. മസലുല്ലദീന കഫറൂ കമസലുല്ലദീ യൻഇഖു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആ മനിദാൻ. അത് പൂർണ്ണമല്ല. ഈ അവിശ്വാസികളുടെ അവസ്ഥ നാക്കാലികളുടെ ശബ്ദമുണ്ടാക്കുന്നവനെ പോലെയാണ്. നാക്കാലികൾ വലുത് മനസ്സിലാക്കിയിട്ടാണോ ചെയ്യാറ്? ഞാൻ ആടിനോട് പറഞ്ഞ് നടക്ക് ആടേന്ന്. അയാൾ നല്ല ശുദ്ധമായ മലയാളത്തിൽ നടക്ക് ആടേന്നാ പറഞ്ഞു. അതുകൊണ്ട് നടക്കട്ടെ എന്ന ആട് ആ ശബ്ദം കേട്ട് പോയതാ. ഇവിടെ ആടേന്ന് പറഞ്ഞു, അപ്പോൾ ഇങ്ങോട്ട് വന്നു. അത് ശബ്ദം കൊണ്ട് കിട്ടിയതാ, കാര്യം മനസ്സിലാക്കിയിട്ടല്ല. ഖുർആൻ അന്യമതസ്ഥരായ മേലാളന്മാർ അനുയായികളെ നയിക്കുന്നതിന് പറഞ്ഞിരിക്കുന്ന ഉദാഹരണം ആടിനെ നയിക്കും പോലെ എന്നാണ്, നാക്കാലികളെ നയിക്കും പോലെ എന്നാണ്. ഖുർആന്റെ പ്രയോഗമാണ്. എന്നോട് യേശു വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഈ ആയത്ത് ഇങ്ങനെ പഠിച്ചപ്പോഴും ഞാൻ ആലോചിച്ചത്, ഒരു സമുദായം അതിൻ്റെ അനുയായികളെ വിളിക്കലെന്നെ കുഞ്ഞാടുകളെ എന്നാണ്. അപ്പോൾ ഒരു മേന്ന് പറയും ചെയ്യും. ഹല്ലേലൂയ. ഖുർആനാണ്. നിങ്ങൾ എന്നോട് യേശു വിചാരിക്കണം എന്തിനാ? ഖുർആനാണ്. അപ്പം അവരുടെ അവസ്ഥ തന്നെയാണ്. എല്ലാം കൂടി ചെയ്തു വന്നിട്ട് വിദ്യാഭ്യാസ സ്ഥാപനം 50 ലക്ഷം തലവരി. ആരാണ്? അച്ഛനാണ് പറഞ്ഞത് 50 ലക്ഷം, 30 ലക്ഷം, 25 ലക്ഷം ഒരു കുട്ടി പഠിക്കാൻ. ഇതൊക്കെ ഇട്ടെറിഞ്ഞ് പോരങ്ങളിൽ ആയിലാളത പറഞ്ഞാൽ പോരുമോ? നിങ്ങളെ കൂടെ വന്നാൽ തലവരി വാങ്ങാൻ പറ്റുമോ? പറ്റൂല. ദീൻ അങ്ങനെ ഒരു കച്ചവടം സമ്മതിച്ചില്ല. സർക്കാരോ നിയമങ്ങളോ അംഗീകരിച്ച പരിധിക്കുള്ളിൽ അപ്പുറം എന്നല്ലാതെ ഇത് കച്ചവടമാക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല ദീനില്. അതാണ് ചൂഷണത്തിന് ദീനെതിരാ. അതുകൊണ്ട് ചൂഷണം ആഗ്രഹിക്കുന്നവർ സലാം പറഞ്ഞു വരൂല തൗഹീദിന്റെ കൂടെ. ഈ ബോധം നമുക്കുണ്ടാവുക, ഈ ചിന്ത നമുക്കുണ്ടാവുക. അപ്പം ഞാൻ 4 കാരണങ്ങളെ പറഞ്ഞു. വേറെ വല്ല കാരണങ്ങളുണ്ടോ ഇനി? ഒന്നുകൂടി ആലോചിച്ചാൽ ഇതേതാണ്ടൊക്കെ മനസ്സിലാക്കിയ ആളുകൾ ഇത് അംഗീകരിക്കാതിരിക്കാൻ വേറെ ചില കാരണങ്ങളുണ്ട്. ഞാൻ പറയുന്ന വിഷയം എന്താണെന്നറിയോ?
ഖുർആനിലൂടെ യാത്ര ചെയ്യുമ്പോൾ അമ്പിയാക്കന്മാർ പ്രബോധനം ചെയ്തപ്പോൾ സ്വീകരിക്കാതിരിക്കാൻ അടിസ്ഥാനപരമായ ചില കാര്യങ്ങൾ കണ്ടു. ഇനി അടിസ്ഥാനം തരേ, എന്നാലും മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ മനസ്സിലായ ആളുകളെ മാറ്റി നിർത്തിയ ചില കാരണങ്ങളുണ്ട്. അതെന്താണ് ആ കാരണം? അത് ആ കാരണത്തിൽ വളരെ പ്രധാനമാണ്. എന്തിനാണ് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നത് ഞാൻ ഇതിൻ്റെ ശേഷം പറയാം, ഇതുവരെ ചെയ്ത പോലെ ഇൻഷാ അല്ലാഹ്. എന്താ കാരണം? ഈ കലിമത്തു തൗഹീദ് ഇങ്ങോട്ട് ഉച്ചരിച്ചാൽ അവിടെ കൊണ്ട് അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അള്ളാഹനെ മാത്രം ആരാധിക്കുക കലാസ്. പക്ഷേ അത് ഒരു വ്യക്തിയുടെ ജീവിതത്തെ ആകെ മാറ്റുന്നൊരു സംഗതിയാണ്. ആകെ മാറ്റുകയാണ്. പ്രധാനമായി മാറ്റുന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനെയാണ് മാറ്റുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് ഒരാൾ തൗഹീദ് അംഗീകരിക്കുന്നതോടുകൂടി അതിനെ എതിർത്ത് നിൽക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്നറിയോ? അത് അവിടെ കൊണ്ടാണ് അവസാനിച്ച് പിന്നെ തോന്നിയ മാതിരി ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. തോന്നിയ മാതിരി ജീവിക്കാൻ പറ്റൂല. പിന്നെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറണം. എന്താണ് കാഴ്ചപ്പാട്? ഇവിടെ ഒരുപാട് ആളുകൾ ദുനിയാവിന് ജീവിതത്തെ പറ്റി പല കാഴ്ചപ്പാടുമുണ്ട്. പക്ഷെ മുവഹീദിന് തൗഹീദിന് ഒരു കാഴ്ചപ്പാടുണ്ട്. യാ അയ്യുഹൽ ഇൻസാൻ, ഏ മനുഷ്യ, ഇന്നക കാദിഹുൻ ഇലാ റബ്ബിക കദ്ഹം ഫമുലാഖി, നീ തത്രപ്പെട്ട് നീങ്ങുകയാണ് നിന്റെ രക്ഷിതാവിന്റെ പക്കലേക്ക്. നീ അവനെ കണ്ടുമുട്ടും. യാത്രയാണിടോ താൻ, ഒരു യാത്രയിലാണിടോ ദുനിയാവിൽ ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥകളിൽ നിന്ന് ഈ ദുനിയാവിൽ ഇറങ്ങി അന്ന് മുതൽക്ക് താൻ യാത്ര തുടങ്ങിയിരിക്കുന്നു. ഈ യാത്ര ഇടവേളയിൽ ഒന്ന് ബ്രേക്ക് ചെയ്യും. അത് കഴിഞ്ഞ് ആ യാത്ര വീണ്ടും തുടരും. ആ യാത്ര നിന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന കോടതിയിലെത്തും വരെ ഉണ്ടാവും. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ, മരണവും ജീവിതവും അവൻ സൃഷ്ടിച്ചത്, ഉണ്ടാക്കിയത് നിങ്ങളിലെ ഉത്തമ പ്രവർത്തകന്മാരാരാണെന്ന്, സൽക്കർമ്മികൾ ആരാണെന്ന് പരീക്ഷിക്കാനാണ്. ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടായതൊക്കെ നമ്മളെ മനസ്സിലെ കാഴ്ചപ്പാട്. നാം ഒരു യാത്രയിലാണ് റബ്ബിനെ കാണാനുള്ള യാത്ര. ഈ ജീവിതത്തിൻ്റെ സുഖദുഃഖങ്ങൾ പരീക്ഷണമാണ്. നിനക്ക് ലഭിച്ചത് കൊണ്ട് നീ കൊതിക്കേണ്ടത് പരലോകത്തെയാണ്. ലാ തൻസ നസീബക മിന ദുനിയ, ദുനിയാവിലെ പങ്ക് മറക്കൊന്നും വേണ്ട. തിന്നാതെ ഉടുക്കാതെ സന്യാസിയൊന്നും വേണ്ട. പക്ഷേ ഇൻ കുന്തും തഅലമൂൻ, അല്ല നിങ്ങൾക്ക് വേദനയുണ്ടല്ലേ യുദ്ധത്തിനൊക്കെ പോയാൽ? ഫൈന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾക്ക് വേദനിക്കും പോലെ അവർക്കും വേദനിക്കുന്നുണ്ട്. വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ കൊതിക്കാത്ത ചിലതൊക്കെ നിങ്ങൾ കൊതിക്കുന്നില്ലേ? സദഖല്ലാഹ്, എന്തോരു വല്ലാത്ത വാചകം. മനസ്സിലായില്ല? സഹാബികളോടാണ് ഖുർആന്റെ സംസാരം. യുദ്ധത്തിൻ്റെ യാത്രകളിൽ നിങ്ങൾ യുദ്ധത്തിന് പോയാൽ നിങ്ങൾക്കും വേദനിക്കുന്നുണ്ടല്ലേ? മുറിവൊക്കെ പറ്റിയിട്ട് അവരും വേദനിക്കുന്നുണ്ട്. വേദന എന്ന് പറയുന്ന ഭൗതികമായ അവസ്ഥയിൽ നിങ്ങളും അവരും തുല്യരാ. പക്ഷെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് നിങ്ങൾ വ്യത്യസ്തരാ. തർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ കൊതിക്കാത്ത പലതും പടച്ചവനിൽ നിന്ന് കൊതിക്കുന്നവരാ നിങ്ങൾ. ആ വീക്ഷണ വ്യത്യാസം നിങ്ങളിലുണ്ട്. അതുകൊണ്ട് അവരെ വേദനയും നിങ്ങളെ വേദനയും തുല്യമാണെന്ന് പറയരുത്. ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തത്വം, ഭൗതിക ജീവിതത്തിലെ സുഖം, ദുഃഖം, മരണം, രോഗം, ദാരിദ്ര്യം, എല്ലാ അവസ്ഥകളിലും മുവഹിദുകളായ നമ്മളും അല്ലാത്തവരും തമ്മിൽ സമാനത തോന്നും. നമ്മിലുണ്ട് ദാരിദ്ര്യം, അവരിലുമുണ്ട് ദാരിദ്ര്യം. നമ്മിലുണ്ട് ധന്യത, അവരിലുമുണ്ട് ധന്യത. നമ്മിലുണ്ട് രോഗം, അവരിലുമുണ്ട് രോഗം. നമുക്കുണ്ട് കഷ്ടപ്പാടുകൾ, അവർക്കുണ്ട് കഷ്ടപ്പാടുകൾ. പക്ഷേ ഭൗതികമായ ഈ അവസ്ഥകൾ അനുഭവിക്കുന്നത് ഒരുപോലെയാണെങ്കിലും അതിൻ്റെ ഫലങ്ങൾ രണ്ടു കൂട്ടരിലും രണ്ടാണ്. അവർക്കത് ഈ ദുനിയാവ് കൊണ്ട് അവസാനിക്കുന്ന ശിക്ഷകളാണെങ്കിൽ നമുക്കിതൊക്കെയും പരലോക സുഖത്തിനുള്ള മാർഗങ്ങളാണ്. സുഖം വന്നാൽ സംതൃപ്തി, നന്ദി, ഖൈറ്. ദുഃഖം വന്നാൽ ക്ഷമ, അള്ളാന്റെ പക്കൽ കൂലി, അതിനും കൂലി, പ്രതിഫലം. അപ്പൊ ജീവിത വീക്ഷണത്തിലാണ് മാറ്റം വരേണ്ടത്. തൗഹീദിൽ ഉണ്ടാകുന്ന മാറ്റം, ഈ ജീവിത വീക്ഷണം മാറ്റിയെടുക്കാൻ അവർ തയ്യാറല്ലായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ ഒരു കാരണം, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ പൂർത്തിയാവുമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഷഹാദത്ത് കലിമ പൂർത്തിയാവുമോ? വഅന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇബ്രാഹിം റസൂലുള്ളാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് നൂഹ് റസൂലുള്ളാഹ്.
അതാണ് അവരെ വിഷമിപ്പിച്ച ഒരു കാര്യം. അള്ളാഹനെ മാത്രം ആരാധിക്കാന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റൂല. ഒരു റസൂൽ ഉണ്ടാവും ആ സമയത്ത്. ആ റസൂലിനെ അനുസരിക്കണം, ആ റസൂലിനെ വഴിപ്പെടണം, ആ റസൂലിന് പൂർണ്ണമായി വഴിപ്പെടണം. ഫല ഇല്ല വറബ്ബിക, നിന്റെ നാഥനാണേ സത്യം, ലാ യുമിനൂന, അവർ വിശ്വാസികളാണെന്ന് പറയാൻ പറ്റില്ല. ഹത്താ യുഹക്കിമുക ഫീമാ ശജറ ബൈനഹും, അവരിലൂടെ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾക്ക് വരെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീർപ്പുകാരനായി അംഗീകരിക്കുകയും വയുസല്ലിമു തസ്ലീമാ വലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖളൈത, നിന്റെ തീരുമാനത്തിൽ അവർക്കൊരു വിഷമം തോന്നരുത്, സമ്പൂർണ്ണമായി അംഗീകരിക്കണം. മാ ആതാകുമുർ റസൂൽ ഫഖുദൂഹു, ഈ പ്രവാചകൻ പറഞ്ഞത് സ്വീകരിക്ക്. വമാ നഹാകും അൻഹു ഫന്തഹു, വിരമിക്ക് ഈ പ്രവാചകൻ പറഞ്ഞതിൽ നിന്ന്. നമ്മളെന്താ പരിശോധിക്കുന്നത്? പൂർവിക ജനത തൗഹീദിൽ നിന്ന് വിട്ടുനിൽക്കാനോ ഇഷ്ടപ്പെടാതിരിക്കാനോ ഉള്ള മറ്റൊരു കാരണം അതാത് കാലഘട്ടങ്ങളിൽ അയക്കപ്പെട്ട പ്രവാചകന്റെ ചൊൽപ്പടിക്ക്, കൽപ്പനക്ക്, നിർദ്ദേശത്തിന് വഴിപ്പെട്ട് ജീവിക്കണം. അതിന് ഈ ആളുകൾക്ക് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് അവരിൽ പലരും വിട്ടുനിന്നത്. അപ്പൊ തൗഹീദ് അംഗീകരിച്ച വ്യക്തിയിൽ ഉണ്ടാവേണ്ട രണ്ടാമത്തെ മാറ്റമാണത്. മൂന്നാമത്, ഈ തൗഹീദ് അംഗീകരിച്ച വ്യക്തികളോട് ഖുർആൻ അതിനുവേണ്ടി പരിശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അധ്വാനിക്കാൻ. അധ്വാനം അംറുൽ മഅറൂഫ് ആവാ, നല്ല കാര്യം കൽപ്പിക്കലും ചീത്ത കാര്യങ്ങൾ വിരോധിക്കലും ആവാ. ഹദാ സബീലി അദൂ ഇലൈഹി അലാ ബസീറത്തിൻ അനാ വമൻ ഇത്തബഅനി, ഇതാണ് എൻ്റെ മാർഗം, ഇതിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു, എന്നെ പിൻപറ്റിയവരും ക്ഷണിക്കുന്നു. ദീനിലേക്കുള്ള ദഅവത്താവാം, ജാഹിദു ഫി സബീലില്ലാ, അള്ളാഹിന്റെ മാർഗത്തിൽ ജിഹാദാവാം, എന്തുമാവാം. ഞാൻ വളരെ വിശദീകരണങ്ങളിലേക്ക് പോവാതെ പരിമിതപ്പെടുത്താം. പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? കെലിമത്തു തൗഹീദ് ഉച്ചരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ 3 വിഷയങ്ങൾ നിർബന്ധമായി വരുന്നു. ഒന്ന്, ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടും ഒച്ചൂടും മാറ്റിയെടുക്കേണ്ടി വരുന്നു. മറ്റൊന്ന്, ആരാണോ അയക്കപ്പെട്ട പ്രവാചകൻ അയാൾക്ക് വഴിപ്പെട്ട് ജീവിതം ക്രമീകരിക്കേണ്ടി വരുന്നു. മൂന്നാമത്തത്, ആ അംഗീകരിച്ച തൗഹീദിന് വേണ്ടി അധ്വാനിക്കേണ്ടി വരുന്നു. ഇത് 3നും തയ്യാറില്ലാത്തത് കൊണ്ട് ആളുകൾ തൗഹീദിൽ നിന്ന് വിട്ടുനിന്നു. ശരിയല്ലേ ഞാൻ പറഞ്ഞ? പരിശോധിക്കുന്നു. ഇതാണ് ആളുകൾ വിട്ടു നിൽക്കാനുണ്ടായ ഒരു കാരണം. ശരി, ഇതെന്തിനാ ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചതെന്നറിയോ? ഒന്ന്, ഇത് മനസ്സിലാക്കുക. പ്രബോധനത്തിന്റെ സന്ദർഭത്തിൽ ഇതാണ് ആളുകളെ മടുപ്പിക്കുന്ന ഒരു കാര്യം. അള്ളാഹനെ മാത്രം ആരാധിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയമാതിരി ജീവിക്കാൻ പറ്റുന്ന ഞാൻ പറ്റൂല. ജീവിതത്തെപ്പറ്റി അള്ള പറഞ്ഞ കാഴ്ചപ്പാട് ഉണ്ടാകാൻ പറ്റൂ. പിന്നെ ഈ മാർഗത്തിൽ ശ്രമിക്കണോ, അധ്വാനിക്കണോ? ആവൂല. ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പ്രബോധകന്മാരായ ആളുകൾ, മറ്റൊന്ന് നാം എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കാൻ വേണ്ടി. അള്ളാഹിന്റെ സഹായത്തിൽ മോഹിദുകളാണല്ലോ, അൽഹംദുലില്ലാഹ്. എന്താ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്? എൻ്റെ മലയാളം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം. ജീവിതത്തെ പറ്റിയുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. മുവഹിദല്ലാത്തൊരു മനുഷ്യൻ, ബഹുദൈവ വിശ്വാസിയായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ ക്രൈസ്തവനായ ഒരു മനുഷ്യൻ, അല്ലെങ്കിൽ നിരീശ്വരവാദിയായ ഒരു മനുഷ്യൻ, ഭൗതികവാദിയായ ഒരു മനുഷ്യൻ, ഈ മനുഷ്യന്മാരൊക്കെയും ജീവിതത്തെ നോക്കി കാണുന്ന മാതിരി തന്നെയാണോ നമ്മളും ജീവിതത്തെ കാണുന്നത്? അതോ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? വ്യത്യാസം ഉണ്ടെങ്കിൽ അവിടെ തൗഹീദ് ഉണ്ട്, വ്യത്യാസം ഇല്ലെങ്കിൽ ആ തൗഹീദ് ഒന്ന് പരിശോധിച്ചേക്ക്. താൻ ആരാത് പറയാൻ? ഖുർആനിലുള്ളതുകൊണ്ട് പറഞ്ഞതാണ്. ഞാനൊന്ന് പരിശോധിക്കട്ടെ. എന്താ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട്? അവനാന്റെ മിടുക്ക് അല്ലേ, അവനാന്റെ സാമർത്ഥ്യം, അവനാൻ്റെത്, അവനാൻ റബ്ബ് പാവം, സുബ്ഹാനല്ലാഹ്. എന്താ സമ്പത്തിനോടുള്ള സമീപനം, ധനത്തോടുള്ള സമീപനം എന്താ? എത്രയാവട്ടെ, കൂടുതലോ കുറവോ, ഞാൻ ഉണ്ടാക്കിയ പൈസ എൻ്റെ കോലത്തിൽ ഞാൻ രൂപിക്കുന്ന രൂപത്തിലല്ലാതെ അതിൽ പള്ളിയും മൊയിലാരൊന്നും കടന്നറിയണ്ടായില്ല. മൊയിലമാർക്ക് വയന്ന് പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ അറിയില്ല, പൈസ ഉണ്ടാക്കണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കിയത് ഞങ്ങൾക്ക് അറിയും ചെയ്യാം. എന്താ ദാമ്പത്യത്തിൻ്റെ കാഴ്ചപ്പാട്? ദാമ്പത്യമോ അത് പ്രകൃതിപരമായ ഒരു ആവശ്യമാണ്, അതെങ്ങനെ നടത്തണം ഞങ്ങൾക്കറിയാം, ദീനടപെടണ്ട, ഞങ്ങൾക്ക് തോന്നിയ മാതിരി. എന്താ ജീവിതത്തിലെ സുഖത്തോടുള്ള കാഴ്ചപ്പാട്? സുഖം അത് ഞങ്ങളും എടുക്കൊണ്ട് കിട്ടിയതാ, അതിൽ പള്ളിയും പട്ടക്കാരും ബന്ധപ്പെടണ്ട, പള്ളിയും പിന്നെ പണ്ഡിതന്മാരും. എന്താ ജീവിതത്തിലെ വിഷമങ്ങളെ പറ്റിയുള്ള കാഴ്ചപ്പാട്? വിഷമോ അതൊക്കെ ഈ വ്യവസ്ഥിതികളുടെ തകരാറുകളും ഒക്കെയാ. അതിന് ദൈവത്തിന് യാതൊരു പങ്കുമില്ല. ഈ വ്യവസ്ഥിതികൾ തകരാറുകൾ മാറ്റുകയും ഈ സമ്പന്നന്മാരെ കൊല്ലുകയും ചെയ്താൽ സുഖം അല്ലേ? ഈ ലോകത്ത് കടന്നു വന്ന് എന്തെല്ലാം പിഴച്ച ദുഷിച്ച തത്വശാസ്ത്രങ്ങളും ചിന്താഗതികളുമുണ്ടോ അതിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ പേറുന്നവരാ ഈ നാട്ടിൽ ജീവിക്കുന്ന മുസൽമാന്മാരും നല്ലൊരു ശതമാനം, അല്ല മുവഹിദുകൾ നല്ലൊരു ശതമാനം. അല്ലാന്ന് ആണെന്ന് ഞാൻ പറഞ്ഞ എന്നോട് ദേഷ്യപ്പെടില്ല.
ഈ സമ്പത്തിന്റെ വിഷയത്തിൽ അത് ഇസ്ലാം പറഞ്ഞ ഇങ്ങോട്ട് പറയണ്ട. ദാമ്പത്യത്തിന്റെ വിഷയത്തിൽ അത് ഇങ്ങോട്ട് പറയണ്ട. ഈ അധ്വാനം അത് നിങ്ങളോട് പറയണ്ട. ബിസിനസിന്റെ കാര്യത്തിൽ ഇങ്ങോട്ട് പറയണ്ട. അതൊക്കെ ഞങ്ങൾക്കറിയാം. അള്ളാഹു റസൂലും അത് പള്ളിയിലും നോമ്പിന് സക്കാത്ത് അവിടെ അങ്ങനെ സക്കാത്തും കൂടുണ്ട അജ്ജൊക്കെ പറഞ്ഞാൽ മതി, ഇങ്ങോട്ട് വരണ്ട എന്നാ അല്ലേ? ഇതാണോ ജീവിതത്തിന്റെ കാഴ്ചപ്പാട്? ഞാൻ നേരത്തെ പറഞ്ഞു, ജീവിതത്തിലെ എല്ലാ സുഖദുഃഖങ്ങളുടെയും തീരുമാനം റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ പക്കലാണെന്ന് പറയുമ്പോൾ നമുക്ക് വേദനകളുണ്ട്, നമുക്കും വിഷമങ്ങളുണ്ട്, നമുക്ക് രോഗങ്ങളുണ്ട്, ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക അവസ്ഥയുണ്ട്. എല്ലാറ്റിലും നമ്മൾ മറ്റുള്ളവരും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. പക്ഷെ ജീവിതത്തെ നമുക്ക് നോക്കിക്കാണുന്ന മറ്റൊരു കാഴ്ചപ്പാടില്ല. പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ടാവും, വീണ്ടും പ്രയാസങ്ങളുടെ എളുപ്പമുണ്ടാവും. അതിനൊക്കെ ഒരു തുറസുണ്ടാവും, അതിനൊക്കെ ഒരു വരാണ്ടിരിക്കില്ല. ഡോക്ടർമാരൊക്കെ വിധി പറഞ്ഞു, രോഗി സുഖപ്പെടൂല, 24 മണിക്കൂറേ ഉള്ളൂ. ഈ എല്ലാം തീരുമാനിക്കണം വേറെത്തുണ്ട്. ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചു നോക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, പടച്ചവൻ തുറച്ചു തരാണ്ടിരിക്കില്ല. ഭർത്താവണ്ട് മരിച്ചുപോയി, പിറ്റേന്ന് കല്യാണം കഴിഞ്ഞ് അധികമാവും മുമ്പേ ചെറുപ്രായത്തിൽ വിധവയായി, ഓളെ ജീവിതം ആകെ നശിച്ചു. ഇനി സതി മാത്രമേ നിവൃത്തിയുള്ളൂ, തീയിൽ ചാടലേ നിവൃത്തിയുള്ളൂ എന്നല്ല. അത് സാരല്ല, റബ്ബിന്റെ തീരുമാനം. എന്നോട് ഇന്ത്യ ആചരിക്കാൻ പറയും 4 മാസം 10 ദിവസം. അത് കഴിഞ്ഞിട്ട് മറ്റൊരു വിവാഹം റബ്ബ് ഏകിയവർ തന്നെ തെരഞ്ഞു വരാണ്ടിരിക്കില്ല. ഇനി ഇല്ലെങ്കിലും പടച്ചവൻ പറഞ്ഞ കൽപ്പന പാലിച്ചുകൊണ്ട് ഞാൻ ജീവിക്കും. അല്ലാണ്ട് എന്താ? നമ്മളാളുകൾ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തലുണ്ട്. മോൻ്റെ ഡേറ്റ് ഞാൻ 2 ദിവസം അങ്ങട്ടാക്കി, 3 ദിവസം അങ്ങട്ടാക്കി. ബാപ്പ ഈ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയപ്പോൾ എൻ്റെ വിധി തിരുത്തുവോ? ഇത്ര മുഖില്ലാണ്ടായോ നമുക്ക്? എന്തിനാ 1 ദിവസം കണ്ടാക്കിയതോ? ഭാവിയിൽ ജോലിക്ക് ശ്രമിക്കുമ്പോൾ ആ ജോലി ഓന് കിട്ടാണ്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് ആ കുട്ടീനെ ഡേറ്റ് ഓഫ് ബർത്ത് തിരുത്തിയത്. ഇങ്ങനെ ബുദ്ധിയില്ലാത്തവരാവോ മുസ്ലിങ്ങൾ? ഇവൻ ഏത് പ്രായം വരെ ജീവിക്കണമെന്നും ഇവൾ ഏത് പ്രായം വരെ ജീവിക്കണമെന്നും എന്തെല്ലാം വിദ്യാഭ്യാസം ആർജിക്കണമെന്നും അത് കഴിഞ്ഞ് ഏത് ജോലിയിൽ എന്ന് ചേരണമെന്നും എത്ര ശമ്പളം വാങ്ങണമെന്നും അവിടെ വെച്ച് പിരിയണോ അതോ മരിച്ചു പിരിയണോ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് റബ്ബുൽ ആലമീനായ തമ്പുരാൻ. നിങ്ങൾ ഈ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റിയുണ്ട്, അത് മാറൂ കൂട്ടരെ, അത് മാറൂ. പിന്നുള്ള സത്യ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയാൽ പോരെ? ഇതല്ല മുവഹിദ്. ഇന്ന് അമ്മൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് മാറ്റാം. എടാ ഇത് മാറിയതുകൊണ്ട് എൻ്റെ തലവിധി മാറൂല. ഇത് ഇങ്ങോട്ടാക്കിയോണ്ട് എനിക്ക് ദേശം ശമ്പളം കൂടുതൽ കിട്ടൂല, ഇങ്ങോട്ടാക്കിയോണ്ട് എൻ്റെ ഒരു ശമ്പളം കുറയൂല. ഇതല്ലേ തൗഹീദ്, ഇതല്ല മുവഹിദ്. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ച. വേറെ പലരും പറഞ്ഞു, കുട്ടീനെ ചേർത്താൻ പോയപ്പോൾ സ്കൂളിൽ ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഒരു ദിവസത്തെ വ്യത്യാസം നമ്മളൊന്നും അങ്ങോട്ട് മാറ്റല്ലേ, എന്നാ കുട്ടിക്ക് ഭാവിയിൽ കുട്ടിൻ്റെ ഭാവിൻ്റെ അത് തീരുമാനിക്കേണ്ട, ഉള്ളത് എഴുതിച്ചാൽ മതി. ഉമ്മ ഗർഭിണിയായ പെണ്ണ് പിന്നെ ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ പറഞ്ഞു, ഉമ്മ 5ാമത്തെ പ്രസവം, അങ്ങനാവും ഇങ്ങനാവും, നിങ്ങളെങ്ങനെ കുട്ടികളൊക്കെ പോറ്റിയാന്നെല്ലാം കൂടി പറഞ്ഞപ്പോൾ ആ ഡോക്ടർക്ക് എന്നോടെന്ത് ഇഷ്ടം, കെട്ടിയവനും കൂടി ഇല്ലാത്ത ഇഷ്ടം, അമ്മായിമക്ക് ഇല്ലാത്ത ഇഷ്ടം എന്നല്ല. ഓനോട് തിരിച്ചൊരു ചോദ്യം നോക്കണം, ഈ 5 മക്കളിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് വല്ല ഉറപ്പും തരുമോ? എന്നാ അടുത്തതൊക്കെ ഞാൻ നിർത്തിക്കോളാം. ഈ 5 മക്കൾ ഈ പോറ്റുന്ന ഉറപ്പുണ്ടോ? എന്നാ വലിയ സന്തോഷമാണ്. ആരുറപ്പ് തരുന്നു? ആരുറപ്പ്? എന്തുറപ്പ്? ഒരു മുവഹിദിന്റെ പ്രതികരണം അതാണ്. ഈ മക്കൾക്ക് തിന്നാൻ നൽകുന്നത് പടച്ചോന. 5, 10, 12 മക്കളെ പറ്റൂ നമ്മളമ്മമാർ മുമ്പ്. എന്നിട്ടുമ്മാർക്ക് ഭയങ്കര ആരോഗ്യം. മനസ്സിലായ നിങ്ങൾക്ക്? ആ അമ്മാൻ്റെ ആരോഗ്യം കണ്ട് വരൊക്കെ മറ്റവർക്കൊക്കെ അസൂയ, ഒടിപ്പാഞ്ഞ് നടക്കണ് കണ്ടേ തള്ള എന്നൊക്കെ പറയാം. മനസ്സിലായ നിങ്ങൾ? 12 എണ്ണം പ്രസവിച്ചു, 10 എണ്ണം പ്രസവിച്ചു, അതും വീട്ടിൽ നിന്നിട്ട് തന്നെ പ്രസവിച്ചു. 10 എണ്ണത്തിനെ പോറ്റി വളർത്തി അള്ളാഹനെ ആരാധിക്കണ 10 എണ്ണത്തിനാണ് ദുനിയാവ് കൊണ്ട് കൊടുക്കുക തന്നെ. അള്ളാഹ് മാത്രം വഴിപ്പെടുന്ന 10 എണ്ണത്തിന് 12 എണ്ണത്തിന് ഒരു തകരാറുണ്ടായില്ല. എന്നിട്ട് ആ വീട്ടിൽ മുഴുവൻ ദാരിദ്ര്യമായിരുന്നു. അല്ല, 2 നിർത്തിയവരൊക്കെ കോടീശ്വരന്മാരായവരൊന്ന് കൈവന്തിച്ചാട്ടെ. 2 ഉള്ളൂ, അതുകൊണ്ട് ഞാൻ വലിയ പണക്കാരനാ. ഒരൊറ്റ പൈസ ബാക്കി ഉണ്ടാവില്ല നിങ്ങളുടെ തിപ്പേരില്. ഒരു പൈസ ഇതിന്റെ പേരിൽ ബാക്കി ഉണ്ടാവില്ല. നഹ്നു നർസുഖുകും വയ്യാഹും, നാം ആണോ നിങ്ങൾക്ക് തിന്നാൻ തരണത്, അവർക്കും തിന്നാൻ തരണത്. അത് റബ്ബിന്റെ തീരുമാനം. നാട്ടിൽ നിന്ന് ഏതോ ഒരുത്താത്ത ഗൾഫിക്ക് പോണ പുരാപ്പിളക്ക് പലഹാരം ചുട്ടുകൊടുക്കല്ലോ. പഴയൊരു ക്ലാസ്മേറ്റ് അല്ലേ, സുഹൃത്തല്ലേ എന്ന് വിചാരിച്ചിട്ട് എവിടുന്നോ ചുട്ടിട്ട് ഇവന്റെ വീട്ടിൽ കൊണ്ടേ കൊടുത്ത് മോൻ കൊണ്ടേ തിന്നോന്നും പറഞ്ഞു. അത് ഓമ്പട വന്നപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരന് കൊടുത്തു. ആ കൂട്ടുകാരൻ അതിൻ്റെ ബാക്കി വേറൊരാൾക്ക് കൊടുത്ത്, അയാൾ വേറൊരാൾക്ക് കൊടുത്ത്. അതെല്ലാം കൂടി തിന്നാൻ നേരത്തെ ഒരു പട്ടാണി വന്നു, ഇത് ഓന് കിട്ടി. പട്ടാണി പറഞ്ഞു, എല്ലാറ്റിനും എഴുതി വെച്ചിട്ടുണ്ട് ആരാ തിന്നണ്ട് എന്ന്. ഇത് റബ്ബ് എഴുതിയത് ഇരിക്കാതോട് യാതൊരു തിന്നു പോകുന്നു. അതാണ് ആഹാരം. മനസ്സിലായത്?
എവിടുന്നൊക്കെയാണ് ആഹാരങ്ങൾ വരുന്നത്? ലണ്ടനിൽ നിന്ന്, ഇറാനിൽ നിന്ന്, ആസ്ട്രേലിയയിൽ നിന്ന്. ആസ്ട്രേലിയയിലെ ആട് ഖത്തറിലെ കുറേ മനുഷ്യന്മാർ തിന്നട്ടെ. നഹ്നു നർസുഖുകും വഇയ്യാഹും. ഇത് കാലഹരണപ്പെട്ട ഒരു തത്വശാസ്ത്രമല്ല, യഥാർത്ഥ വസ്തുതയിൽ നിലനിൽക്കുന്ന ഒരു തത്വശാസ്ത്ര. അതിനാ എൻ്റെ വെല്ലുവിളി. 2 മക്കളെ കൊണ്ട് അവസാനിപ്പിച്ചതിൻ്റെ പേരിൽ അതുകൊണ്ട് മാത്രം സമ്പന്നരും പൈസ മിച്ചം വന്നവരുമുണ്ടെങ്കിൽ അവരൊന്ന് കൈബന്ധിച്ച് കാണിക്കണം എപ്പോഴെങ്കിലും ഞങ്ങൾ കോടീശ്വരന്മാരായത് പ്രസവം നിർത്തിയോണ്ടാന്ന്. ഇല്ല. എവിടെ ഇപ്പം ഞാൻ സംസാരിക്കുന്നത്? തൗഹീദ് വന്ന് പോയോ? പോയില്ല. തൗഹീദ് ഉണ്ടാക്കുന്ന മാറ്റം, ഉണ്ടാക്കേണ്ട മാറ്റം, തൗഹീദിനെ നിരാകരിക്കാൻ കാരണമായ സംഗതി അത് നമ്മിൽ നിലനിൽക്കുന്നുവോ എന്ന് പരിശോധിക്കുക. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് മാറണം. മക്കളോട് പറയണം, തെറ്റായ വഴിക്കൊരു കോപ്പി അടിച്ചോ നോക്കി എഴുതിയിട്ടോ 1 മാർക്കും വാങ്ങിൻ്റെ മോൻ ഇങ്ങോട്ട് വരണ്ട. 60% മോൻ പഠിച്ചതായിരിക്കണം. ബുക്ക് നോക്കി എഴുതിയിട്ട് കട്ടെഴുതിയിട്ട് 90% മാർക്കിയിട്ട് എൻ്റെ മോൻ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയണം. വരേണ്ട. സത്യസന്ധമായ ഒരു ജീവിതത്തിൽ എൻ്റെ മോൻ അനുഭവിക്കുന്ന സമ്പത്ത് മുഴുവൻ, ഇനി വരും കാലത്തുള്ള വരുമാനം മുഴുവൻ, അത് മുഴുവൻ ഹലാലിൻ്റെ മാർഗത്തിലാവാൻ എൻ്റെ മോനും മോളും ജീവിതത്തിൻ്റെ സത്യസന്ധത പാലിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. കട്ടെഴുതിയിട്ടായാലും വേണ്ടില്ല, കോപ്പി അടിച്ചിട്ടായാലും വേണ്ടില്ല, എൻ്റെ മോൻ മാർക്കേറ്റ് വരണം, എനിക്ക് ആൾക്കാർ മുമ്പിൽ നിൽക്കേണ്ടതാണ്. ഇതല്ല മുവഹ്ഹിദിൻ്റെ വാചകം. ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടിൽ പരിശോധിക്കുക, കുറ്റബോധത്തോടെ പരിശോധിക്കുക. നാം പലപ്പോഴും മറ്റുള്ളവരെക്കാൾ തരം താന്നു പോകുന്നു എന്ന് പേടി തോന്നുന്നു. നാം എന്ന് പറഞ്ഞാൽ നിങ്ങളെന്ന അർത്ഥത്തിലല്ല, ഈ സമൂഹത്തിലെ ആളുകൾ. ഈ സമൂഹത്തിലെ ആളുകൾ എങ്ങനെ ആത്മഹത്യ ചെയ്യുക? ഒരു ഉസ്താദ് കഥ പറഞ്ഞു കേട്ടിട്ട് മുമ്പ് ഒരുത്തൻ ചാവാൻ പോയി, തൂങ്ങിച്ചാവാൻ പോയി. പിന്നെ അങ്ങോട്ട് തന്നെ പോകുന്നു ചാവാതെ. എന്തേന്ന് വെച്ചാൽ പറഞ്ഞു, ഇപ്പോഴാണ് വിവരം കിട്ടിയത്, ഇപ്പം അടച്ചോൻ തന്നെ അവിടെ ഇല്ല. ഏതൊരു പടച്ചോൻ്റെ ഇടങ്ങേറ് സഹിക്കാതെയാണോ തൂങ്ങിച്ചാവാൻ പോയത്? പിന്നെയാണ് ഓനെ ഓർമ്മ വന്നത്, ഈ പടച്ചോൻ തന്നെയല്ല അവിടെ ഉള്ളത്, ഇവിടുന്ന് ചത്തിട്ട് അങ്ങോട്ട് ചെന്നാൽ അവിടുന്ന് പിടിക്കൂലേ, ഇപ്പം ചാകളില്ല, അത് തീരുമാനിച്ചു. തമാശയായിരിക്കാം ഗുരുനാഥൻ്റെ, പക്ഷേ ഇതൊരു ജീവിത വീക്ഷണ, ഒരു ജീവിത വീക്ഷണത്തിൻ്റെ ഭാഗ. അല്പം പൊട്ടിപ്പൊളിഞ്ഞതാണെങ്കിൽ വിചാരിച്ചോളൂ, അതിലൊരു വസ്തുതയുണ്ട്. ഞാൻ ആ ഭാഗം അവിടെ അവസാനിപ്പിച്ചോട്ടെ. ഞാൻ എന്നെയാ പരിശോധിച്ചത്. ദാരിദ്ര്യം, സുഖം, വിഷമം, സമ്പത്ത്, ജീവിതം, എല്ലാ വിഷയങ്ങളിലും നമ്മളും മറ്റുള്ളവരും ഏതാണ്ട് ഒരുപോലെയൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷെ ജീവിതത്തിൻ്റെ വീക്ഷണത്തിൽ നമുക്കൊരു വ്യത്യാസമുണ്ട്. അതാണ് തൗഹീദിൻ്റെ തേട്ടമെന്ന് പറയുന്നത്, അതാണ് മുവഹ്ഹിദിൻ്റെ കൈമുതൽ എന്ന് പറയുന്നത്. ആ അവസ്ഥയിലേക്ക് മാറാൻ നമ്മളെ കൊണ്ടാവണം. നാം മറ്റുള്ളവരെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്, മറ്റുള്ളവരെ കൂടെ കൂടാനല്ല എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഒരു പ്രവാചകനെ അള്ളാഹു പറഞ്ഞയച്ചു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന് നോട്ടം, ഇരുത്തം, വസ്ത്രം, തലപ്പ എല്ലാം നോക്കി ശിഷ്യന്മാർ എഴുതി വെച്ചു, രേഖപ്പെടുത്തി. അതല്ലേ നമ്മൾ ഫോളോ ചെയ്യേണ്ടതും പരിശോധിക്കേണ്ടതും, അതിനല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്. താടി വെക്കാത്തവർ കുറ്റവാളികളാണെന്ന് ഞാൻ പറയില്ല, പക്ഷെ താടി ഒരു വർജിക്കപ്പെടേണ്ട വിഷയമാണ് നമുക്ക് തോന്നിക്കൂടാ. മേലാൽ ഇസ്ലാഹി സെൻ്ററിൻ്റെ ക്ലാസ്സിന് പോടില്ല, പ്രത്യേകിച്ച് അബ്ദുറൂഫ് ഉണ്ടെങ്കിൽ ഏതായിരുന്നാലും എന്തൊക്കെയാ പറയാന്ന് പിടുത്തം കിട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഇരിക്കണം എങ്ങനെയെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് പോരാനും ബുദ്ധിമുട്ടി. ഇപ്പം ആ താടില്ലാത്തവരാരെങ്കിലും എഴുന്നേറ്റ് പോയാൽ എന്താ വിചാരിക്കുക? അത് പറഞ്ഞിട്ടുണ്ടെന്നല്ലേ. അങ്ങനെയൊന്നും വിഷമിക്കണ്ട. ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടുന്ന ഒരു റബ്ബിൻ്റെ കോടതിയിൽ ഹാജരാകുന്ന ഒരു സമയത്ത് ഇത് ഞങ്ങൾ ആചരിക്കേണ്ട ഒരു പുണ്യമാണെങ്കിൽ, മൗലവി നിങ്ങൾക്കിത് പറഞ്ഞുകൂടായിരുന്നോ എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കേണ്ടി വരരുത്. മകൻ, ഭർത്താവ് താടി വെക്കാൻ തുടങ്ങിയാൽ എൻ്റെ ഭർത്താവിന് നല്ല മാറ്റമുണ്ടെന്ന് ഭാര്യയ്ക്ക് മനസ്സിലാവണം. ഒരു ചേരുമില്ല ഞങ്ങളെ കാണാൻ, കണ്ടാലും മതി, കെട്ടിയോളവാക്കാം. മകനോ മകളോ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ മെനക്കെട്ടപ്പം ബാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രതികരണം, ചെക്കനെന്തോ തകരാറുണ്ട്. രണ്ടാളും കൂടി നിസ്കരിക്കണ കണ്ടില്ലേ, ഗതിയാപ്പൊളിയും പെണ്ണും കൂടി രാത്രിയിൽ ബാപ്പയും കൂടി നിസ്കരിക്കാൻ നിന്നാ മക്കളെ കമന്റ്, എടാ നമ്മളെ ബാപ്പാക്കും ഉമ്മാക്കും എന്തോ പറ്റിയിരിക്കണേ, രണ്ടും കൂടി എൻ്റെ രാത്രി ഉറക്കം കഴിഞ്ഞ് നിസ്കരിക്കണേ. ഒരു നല്ല വിചാരം. മുവഹ്ഹിദിന് ജീവിതത്തെ പറ്റി ഒരു നല്ല കാഴ്ചപ്പാടുണ്ടാവണം. പറഞ്ഞ രണ്ടാമത്തെ വാക്ക്, പ്രവാചകന്റെ ചര്യയാണോ പിൻപറ്റുന്നത്, ആ ചര്യയോടൊപ്പം പോകാൻ സാധ്യമാവണം. എന്തേ ഇതിനു വേണ്ടി അമല് ചെയ്തത് എന്ന് അവനാനെന്ന് പരിശോധിച്ച് നോക്കി. താൻ മനസ്സിലാക്കിയ തൗഹീദിനെ തന്നോടൊപ്പം ജീവിക്കുന്ന റൂംമേറ്റുകൾക്കും കുടുംബക്കാർക്കും തനിക്ക് പരിചയമുള്ളവരെ പക്കൽ പരിചയപ്പെടുത്താൻ അള്ളാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവരാ നമ്മള്. നിങ്ങളമ്മാനെ മോചിപ്പിക്കണ്ടേ ഈ തിരുശേഷിപ്പിൽ നിന്ന്?
നിങ്ങളുടെ ഗുണം കാംക്ഷിക്കുന്ന നിങ്ങളുടെ കുടുംബാദികളെ രക്ഷിക്കണ്ടേ? ആ നാളെ നരകത്തിൽ പോകുന്ന ഗതികേടിൽ നിന്ന് അവിടെ വെച്ച് നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകുമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ. എന്നിട്ട് എന്തേ നിങ്ങളൊക്കെ ഇത് പറയാൻ മടിക്കുന്നത്? എന്തേ നിങ്ങൾ ഈ മാർഗത്തിൽ നിങ്ങളുടെ നാട്ടിൽ പോയി പ്രവർത്തിക്കാൻ മടിക്കുന്നത്? ഇത് ഞാൻ പറയാതിരുന്നാൽ ഞാൻ കുറ്റക്കാരനാവില്ലേ? തൗഹീദ് മനസ്സിലാക്കിയ കേരളത്തിലെ സ്ത്രീ പുരുഷന്മാർ മുഴുവൻ സംഘടിതമായി, ശക്തമായി, ആസൂത്രിതമായി ഈ പ്രബോധന പ്രവർത്തനം കേരളക്കരയിൽ നടത്തിയിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ചിത്രം ഇതാകുമായിരുന്നില്ല. പകരം അത് മനസ്സിലാക്കിയവർ അവരുടെ കുടുംബത്തിൽ ഒതുങ്ങി, അവരുടെ മേഖലയിൽ ഒരുങ്ങി, പറയാൻ പോയില്ല മറ്റുള്ളവരോട് അതിൻ്റെ ഭവിഷ്യത്തുകളെ പറ്റി വെറുതെ ഭയപ്പെട്ടിട്ട്. അതുകൊണ്ട് ഖുറാഫാത്തുകളും അന്ധവിശ്വാസികളും കയറി 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 അതിന് രജിസ്ട്രേഷനും അംഗീകാരവും കിട്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇതല്ലേ സംഭവിച്ചത്? നാളെ റബ്ബിന്റെ കോടതിയിൽ ഓച്ചാനിച്ച് നിൽക്കണ്ടേ? അവൻ ചോദിക്കില്ലേ, ഞാൻ നിങ്ങൾക്ക് പൊന്നായി നൽകിയ, അമൂല്യത്തിൽ അമൂല്യമായി നൽകിയ തൗഹീദ് എന്ന സന്ദേശം നിങ്ങളുടെ മനസ്സുകളിൽ ഞാൻ ഊട്ടി ഉറപ്പിച്ചിട്ട് ഈ തൗഹീദിന്റെ സന്ദേശത്തിന് വേണ്ടി എന്ത് ചെയ്തടോ എന്ന് ചോദിച്ചാൽ ഞാനും ചെയ്തിരുന്നു ഖത്തറിൽ, ഞാനും ചെയ്തിരുന്നു എൻ്റെ ഗ്രാമത്തിൽ എന്ന് പറയാൻ സാധിക്കണ്ടേ സ്ത്രീ പുരുഷന്മാർ? അപ്പോഴേക്ക് ഇന്നെ മുജാഹിദ എന്ന് വിളിച്ചു കളയും. അതൊരു മോശപ്പെട്ട പേരല്ലടോ, വിളിക്കാൻ പറ്റാത്തൊരു പേരല്ല. നിങ്ങൾ ആരെയും ഒരു സംഘടനയിലേക്ക് വിളിക്കണ്ട, അത് മോശമായതുകൊണ്ടല്ല, അതിനല്ല ഈ ക്ലാസ്, അതല്ല ഈ പറയുന്നതിൻ്റെ അർത്ഥവും. ഒരാളെ പരിചയപ്പെട്ടു, അയാളെ കയ്യിൽ ഐക്കല്ല് കണ്ടു, ഏലസ് കണ്ടു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പം അയാൾ പറഞ്ഞു ഐക്കല്ല അല്ല ഏലസാന്ന് പറഞ്ഞു. എന്തിനു കെട്ടിയതെന്ന് ചോദിച്ചു. ചില ബുദ്ധിമുട്ടുണ്ട് അറബിൻ്റെ അടുത്തുനിന്ന്, അത് മാറാൻ വേണ്ടി കെട്ടിയതാണ് എന്ന് പറഞ്ഞു. എവിടുന്നാണ് പോയത്, എത്ര പൈസ എന്നൊക്കെ ചോദിക്കുക. എനിക്കും പോകാനാണ് എന്ന മട്ടിൽ തന്നെ ചോദിച്ചോളൂ. ഓ എല്ലാ കഥയും പറയും. അപ്പോൾ അവനോട് സംഭവം പറയാം. അള്ളാന്റെ റസൂൽ പറഞ്ഞൊരു വാചകം ഞാൻ തന്നെ കേൾപ്പിക്കട്ടെ. എന്താണ്? ഈ കെട്ടിയവന്റെ കാര്യം പടച്ചോ നോക്കൂല, കെട്ടി നോക്കുന്ന അള്ളാഹ് പറഞ്ഞിരിക്കണ്. ഞാൻ പോകാട്ടെ, സലാം. അത് അള്ളാന്റെ റസൂൽ പറഞ്ഞതാണ്. കെട്ടിക്കോ, കെട്ടിയവന്റെ കാര്യം പടച്ചോ നോക്കൂല, കെട്ടി നോക്കുന്ന. എടാ മോനെ, അള്ള കൈവിട്ടാ പിന്നെ ഏത് അറബിയാടാ നിന്നെ കാക്കുക? ഏത് അറബിന്റെ മുമ്പിൽ ആരാടാ നിന്നെ കാക്കുക? അഴിച്ചിടത് ഞാൻ അഴിച്ചിട്ടേക്കാം. ഞാൻ പൊങ്ങച്ചം പറയല്ല. ഒരുപാട് ക്ലാസ്സുകൾക്ക് പോവുകയോ പ്രബോധന പ്രവർത്തനത്തിന് പോവുകയോ ചെയ്ത സുഹൃത്തുക്കൾ ചിലപ്പോൾ ചില ക്ലാസ്സുകളിൽ ഈ വിഷയം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, മൗലവി ഈ കാലം വരെ ഇതൊക്കെ തെറ്റാന്ന് ആരും പറഞ്ഞില്ല, ഇപ്പം മുറിച്ച് കളയാം. ഇപ്പോൾ അതൊക്കെ കളഞ്ഞപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ഇവിടെ കെട്ടി ഇവിടെ കെട്ടി ഇവിടെ കെട്ടി എല്ലായിടത്തും കെട്ടി കെട്ടി കെട്ടിയിട്ട് ഈ കെട്ടുമ്മലാണ് ജീവിതം മുഴുവൻ. എന്നിട്ട് അത് പോയാലോ പൊട്ടിയാലോ ബേജാറ്. തലേണൻ്റെ അടിയിൽ വെക്കേണ്ടത്, തലേണൻ്റെ മേലെ വെക്കേണ്ടത്, രാത്രി മുത്തി നോക്കേണ്ടത്, വൈകുന്നേരം മുത്തി നോക്കേണ്ടത്, എന്തൊക്കെയാണുള്ളത് ഈ പട്ടികയിൽ. അതൊക്കെ കണ്ടിട്ട് തെറിഞ്ഞപ്പോൾ തന്നെ ഒരു ആശ്വാസമുണ്ട് മനസ്സിന്. ഇത് പറയണ്ടേ നമ്മൾ? ഇത് പറയണ്ടേ? ഇത് ചൊല്ലിക്കൊടുക്കണ്ടേ? ഒരു പ്രായോഗിക മാർഗം പറയട്ടെ ഞാൻ. നിങ്ങളെ നാട്ടിൽ ചെല്ലുക. നിങ്ങൾ വിളിച്ചാൽ വരുന്ന നിങ്ങളെ കൂട്ടുകാർ കുടുംബാദികളുണ്ട്. മൂത്താപ്പാൻ്റെ, എളാപ്പാൻ്റെ, അമ്മാവൻ്റെ, അമ്മായിൻ്റെ മക്കളൊക്കെ വീട്ടിലൊരു ഭക്ഷണത്തിന് വിളിച്ചോ. നിങ്ങൾ സ്നേഹപൂർവ്വം വിളിച്ചോ ഒരു വീട്ടിലേക്ക് ഒന്ന് വരണമെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന പക്വതയുള്ള ഒരു മതപണ്ഡിതനെ എവിടേക്ക് വിളിച്ചു വരുത്തുക. ഓരോട് പറയാ, ഒരു ക്ലാസ് ഉണ്ടാവും. സ്നേഹാർദ്രമോ ബഹുമാനങ്ങളോടെ അവരോട് പറഞ്ഞു കൊടുക്കുക, അള്ളാന്റെ റസൂൽ പഠിപ്പിച്ച ദീൻ ഇതാണ്. ആ ദീനിൽ ജാറങ്ങളില്ല, ആ ദീനിൽ മഖാബുകളില്ല, ആ ദീനിൽ ഔലിയാക്കളുണ്ട്, അവരോട് പ്രാർത്ഥിക്കലുണ്ട് ഇല്ല. ആ ദീനിൽ ശുഹദാക്കളുണ്ട്, അവരോട് പ്രാർത്ഥിക്കലില്ല. ആ ദീനിൽ ഇതൊക്കെയുണ്ട്, ഇതൊക്കെ ഇല്ല എന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ ദൗത്യം നിർവഹിക്കുന്നു, പോയിക്കോട്ടെ എന്ന് പറയാം. ആർക്കാ നഷ്ടം വരിക? വരില്ല. നാം പേടിക്കുക. മൂത്താപ്പാക്ക് എന്ത് തോന്നും, വല്ലിപ്പാക്ക് എന്ത് തോന്നും, എൻ്റെ മയ്യത്ത് മറമാടാൻ ആരെങ്കിലും ഉണ്ടാവുമോ? കൂട്ടരെ, നിങ്ങളെ മയ്യത്ത് മറമാടേണ്ട പണി നിങ്ങൾ ഏൽപ്പിച്ചില്ല പടച്ചോൻ. ഓ, എൻ്റെ മയ്യത്ത് ഞാനവിടെ കൊണ്ടേ വെച്ച് അത് പണിയുണ്ടോ? അത് വേറെ ആരെങ്കിലും ചെയ്യണം. നിങ്ങളെ മോളെ കല്യാണത്തിനാരും കൂടില്ല. നിങ്ങളെ മോള് ജീവിച്ചിരിക്കുന്നെന്താ ഉറപ്പ്? ഓളെ കല്യാണം നടത്തുന്നെന്താ ഉറപ്പ്? ആ കല്യാണത്തിന് നിങ്ങളുണ്ടാവുന്നെന്താ ഉറപ്പ്? ഇങ്ങനുണ്ട് ഒരു മുസൽമാന്റെ പേടി, മുവഹിദിന്റെ പേടി. നിങ്ങൾക്കതിന് ബലം വരണമല്ലേ? ഖുർആനിക്ക് വാ. എൻ്റെ അടുത്ത ടോപ്പിക് അതാ. അപ്പം ഞാനെന്താ പറഞ്ഞത്? മുവഹിദുകൾക്കുണ്ടാവേണ്ട വീക്ഷണം, ജീവിത വീക്ഷണം ഉണ്ടാവണം. സഹാബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തിനോടൊപ്പമുള്ള യാത്ര. താടിയെ ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ പ്രവാചകൻ എന്താ ഇഷ്ടം, അതിൻ്റെ കൂടെ ഞാനുണ്ട്. പെൺകുട്ടികൾ മുതിർന്ന പുറത്തിറങ്ങി നടക്കരുത്, മാറിലൊരു വസ്ത്രം ഇടണം ഖുർആനാ പറഞ്ഞു. ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്, പടച്ചവൻ്റെ ഒരു കൽപ്പനൻ്റെ ഭംഗി. ഈ പീഡനം മുഴുവൻ കേൾക്കുന്ന കേരളത്തിൻ്റെ ഒരു കാരണം, എല്ലാം എന്ന് ഞാൻ പറയില്ല, ഒരു കാരണം ഇതന്നെ.
കണ്ട സാഹിത്യകാരനും കവിയും പരലോക വിശ്വാസമില്ലാത്തവനും പ്രേമത്തെയും സ്ത്രീ പുരുഷ ബന്ധത്തെയും മതങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ പെരുമാറാൻ പറ്റുന്നതാക്കി ചിത്രീകരിച്ചൊരു നൂറ്റാണ്ട് 2 നൂറ്റാണ്ട് കൊണ്ടു നടന്നു. ആണിനും പെണ്ണിനും എങ്ങനെയും പെരുമാറാം, എങ്ങനെയും ഇടപഴകാം, എങ്ങനെയും പോകാം, മാതാപിതാക്കളോ ഗുരുനാഥന്മാരോ സമൂഹമോ അവരെ നിയന്ത്രിക്കാവതല്ല എന്ന പരുവത്തിലാക്കി തീർത്തു. ഒരു പെണ്ണ് മറ്റൊരുത്തരുമായി ശൃംഗരിക്കുന്നത് കണ്ടാൽ അത് പ്രേമത്തിന്റെ തുടക്കമാണെന്ന് പറഞ്ഞ് ആശീർവദിക്കണമെന്ന സമുദായത്തെ പഠിപ്പിച്ചത് മനുഷ്യ സമൂഹത്തെ, കേരളീയ ജനതയെ. അവിടെ മതങ്ങൾ തോറ്റു, മത നേതാക്കളും തോറ്റു, ആചാര്യന്മാരും തോറ്റു, സമൂഹവും തോറ്റു. അത് വളർന്നു വന്നപ്പോണ്ടായ ദുരിതം കണ്ടോ? പെൺകുട്ടിയാണ് മാനത്തിന് വില പറയാ. അതിൽ കൊച്ചു കുട്ടികളടക്കം 65 വയസ്സുള്ളവർ വരെ ഉണ്ട്. നാണക്കേടാവുന്നു ലോകത്തിന് മുമ്പിൽ കേരളീയനാണെന്ന് പറഞ്ഞ് ജീവിക്കാൻ. ഇപ്പോഴും യഥാർത്ഥ കാരണം കാണാതെ ഇരുട്ടി തപ്പുക. ഈ വൃത്തികേടൊന്ന് നിർത്ത്. ഈ പ്രേമത്തെയും സ്ത്രീ പുരുഷ ബന്ധത്തെയും അനിയന്ത്രിതമായി അനുവദിക്കുന്ന തെറ്റായ സംവിധാനത്തിൽ നിന്ന് അവസാനിപ്പിക്ക്. ദീൻ പറഞ്ഞൊരു തത്വമുണ്ട്. 7 വയസ്സായാല് ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഏട്ടനെയും അനുജനെയും കൂടി ഒപ്പം കെടുത്തരുത്. ആൺകുട്ടികൾ ഉമ്മാൻ്റെ ഒപ്പം കെടുക്കരുത്, പെൺകുട്ടികൾ ഉപ്പാൻ്റെ ഒപ്പം കെടുക്കരുത്. 10 വയസ്സായാല് എന്തോ ഒരു നല്ല വാക്ക്. എൻ്റെ മോളാണ്, എൻ്റെ മോളാണ്, ഓക്ക് 10 വയസ്സായാലേ ഉപ്പാൻ്റെ ഒപ്പം കെടുക്കണ്ട. ഓന് 10 വയസ്സായാലേ ഉമ്മാൻ്റെ ഒപ്പം കെടുക്കണ്ട. വളരെ ശുദ്ധരായ 2 പേരാണെങ്കിൽ പോലും ഒരിടത്ത് തനിച്ചാവണ്ട, മൂന്നാമത്തെ ശൈത്താനാവും. അപ്പൊ ചാറ്റിംഗ് റൂം എന്നോടോ ചാറ്റ് ചെയ്തിട്ടാ മറ്റേ പെണ്ണിനെ മറ്റോ പറ്റിച്ചത്. മനസ്സിലായല്ലേ? തനിച്ചാവരുത്. ഒരു പെണ്ണ് തനിച്ച് യാത്ര ചെയ്യരുത്, സുരക്ഷിതമായ മഹർമായ ആരെങ്കിലും കൂടെ ഇല്ലാതെ. 1 ദിവസം അല്ലെങ്കിൽ 3 ദിവസത്തിൽ കൂടുതലുള്ളവ. എല്ലാം പറഞ്ഞത് മനുഷ്യവർഗത്തിന്റെ ഗുണത്തിനാ, മനുഷ്യവർഗത്തിന്റെ. അത് മുഴുവൻ താളം തെറ്റിച്ച് ഒരു ജനത ധൃതിപ്പെട്ട് പാടുപറ്റി തകർത്തെറിഞ്ഞു. മീഡിയകളും ചാനലുകളും കലകളും സാഹിത്യങ്ങളും സിനിമകളും നാടകങ്ങളും എഴുത്തുകാരും കവികളും നിറങ്ങി ഒന്നായിട്ട് എരപ്പാക്കിയ ആ നാട്. എന്നിട്ട് പോലും സദാചാരം വിളമ്പുക വന്നിട്ട് ഇവനാ കാരണക്കാരൻ. ഈ തെമ്മാടിത്തത്തിന് മുഴുവൻ ചൂട്ടുപിടിച്ചവരാ ഇവരെയാ ക്രൂശിക്കേണ്ടത്. അത് പാടിപ്പുകഴ്ത്തിയ കവികളെ, അതിനുവേണ്ടി എഴുതിയ എഴുത്തുകാരെ, അതിന് പിന്തുണ കൊടുത്ത രാഷ്ട്രീയക്കാരെ, അതിനുവേണ്ടി ബാധിച്ച ഭരണാധികാരികളെ, അവരെയാ ക്രൂശിക്കേണ്ടത്. അവരാ ഈ തെമ്മാടിത്തത്തിന് മുഴുവൻ കൂട്ടുനിന്നത്. ഇസ്ലാം മര്യാദ പറഞ്ഞത് ഇതൊക്കെ പാലിക്കണോ. അപ്പൊ അതാ പ്രവാചകൻ പറഞ്ഞ ആ മര്യാദകളെ കൂടെ നിന്നാലുള്ള പ്രയോജനം. ഈ വിധത്തിൽ ആ തൗഹീദിന്റെ ഭാഗങ്ങളെ തിരിച്ചറിയാനും അതിൻ്റെ ആ മാറ്റം നമ്മിലുണ്ടാവുകയും വേണം. ഇതാണ് പറഞ്ഞതിൻ്റെ ആശയം. ഇനി ഇതിന് നമുക്കത് മനസ്സിലൊന്ന് ഉറക്കണ്ടേ? അതിനുറക്കാനുള്ള വഴി ഖുർആൻ ഇതിന് പറഞ്ഞ ചില ഉദാഹരണങ്ങളാണ്. ഞാൻ എണ്ണിപ്പോയിക്കോളാം, നിങ്ങളെ മനസ്സിലാലോചിച്ചാൽ മതി. എന്തപ്പോൾ ഞാൻ പറയാൻ പോണത്? തൗഹീദിന്റെ യഥാർത്ഥ സുഖം മനസ്സിക്ക് ഇങ്ങോട്ട് വന്നിട്ട് ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടേ മാറിയ മനുഷ്യന്മാർ. അതാ നമുക്ക് മാതൃക. ഫറോവ മത്സരം സംഘടിപ്പിച്ചു മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കാലത്ത്. ഖുർആൻ എത്ര തവണയാ അത് പറഞ്ഞത്? സാഹിറന്മാർ ചോദിച്ചു, ആഭിചാരകന്മാർ ചോദിച്ചു ഫറോവയോട്, അല്ല ജയിച്ചാൽ സമ്മാനമൊക്കെ ഉണ്ടാവും? അതും കൂടി പറഞ്ഞ് പഠിച്ചവൻ. സമ്മാനമൊക്കെ ഉണ്ടാവില്ല കൂട്ടരെ, ഞങ്ങൾക്ക് ഉണ്ടാവൂലേ ഓർ രാജാവിനോട്. രാജാവ് പറഞ്ഞു, പിന്നെ നിങ്ങളല്ലേ എൻ്റെ കാര്യപ്പെട്ടവര്. മത്സരം നടന്നു. മൂസാ നബി ജയിച്ചു. ആദ്യം വിശ്വസിച്ചു സാഹിറന്മാർ. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാറൂനെയും തൗഹീദ് കടക്കുക ഉള്ളിക്ക്. കണ്ടത് കണ്ടില്ലേ? ഫറോവോരോട് പറഞ്ഞു, എൻ്റെ സമ്മതം കൂടാതെ നിങ്ങൾ വിശ്വസിച്ചല്ലേ, നിങ്ങളെ കൈകാലുകൾ ഛേദിക്കും ഞാൻ വിപരീത ദിശയിൽ, വലത്തെ കൈയും ഇടത്തെ കാലും ആ നിലക്ക് ഛേദിച്ചു കളയും, നിങ്ങളെ ഞാൻ കുരിശിൽ തറക്കും. ഈ എന്ത് വേണമെങ്കിൽ വിധിച്ചട, ഈ ദുനിയാവിലല്ലേ വിധിക്കൂ, ഓടാണ് ഒന്നുമല്ല. 5 മിനിറ്റ് മുമ്പ് 10 മിനിറ്റ് മുമ്പ് രാജാവിന്റെ മുമ്പിൽ ഓച്ചാനിച്ച് നിന്നിട്ട് ജയിച്ച സമ്മാനം പുടവയൊക്കെ ഉണ്ടാവൂലേ എന്ന് ചോദിച്ച ആളുകൾ, നീ എന്ത് വേണമെങ്കിൽ വിധിച്ചടാ, ഈ ദുനിയാവിൽ നീ വിധിക്കൂ, ഞങ്ങൾ നിന്നെക്കാളും വലിയ റബ്ബിന്റെ ആൾക്കാരായി മാറിന്, പോടാ അവിടുന്ന് എന്ന മട്ടിൽ പോച്ഛമായി സംസാരിച്ചു. ഇതാ തൗഹീദിന്റെ മാറ്റം. ഈ മാറ്റ എന്നിലും നിങ്ങളിലും ഉണ്ടാവേണ്ട ഊർജത്തിന്റെ മാറ്റം. ദുനിയവിയായ ജീവിതത്തെ നിസ്സാരം. എൻ്റെ ജോലി ഞാൻ നഷ്ടപ്പെടുത്തും. നിസ്കരിക്കാൻ പോയാൽ ഞാൻ നിസ്കരിക്കും, എൻ്റെ ജോലി നഷ്ടപ്പെടുത്തൂല. ഇനി എൻ്റെ ജോലി നഷ്ടപ്പെടുത്താൻ എൻ്റെ ജോലി ഞാനും നഷ്ടപ്പെടുത്തും. അത് അത്ര പുണ്യമുള്ള കാര്യമില്ലെങ്കിൽ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഈ എന്നൊന്നും ചെയ്യാൻ പോണില്ല, ഒന്നും ആക്കൂല. ഈ മക്കളിട്ട് വന്നാൽ ഞാൻ സ്കൂളിൽ നിന്ന് പുറത്താക്കും, ഈ പുറത്താക്കൂല. പുറത്താക്കാൻ വരുന്നവരെ ഞാൻ കോടതി കയറ്റും ചെയ്യും. എന്നാ ഞാൻ ഈ
പിന്നെ കുരിശ് രൂപത്തിന് മുമ്പിൽ പ്രാർത്ഥന ചൊല്ലിയാലേ നിനക്ക് ഈ കോളേജിൽ സീറ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു മുത്തുമോള് പറഞ്ഞു ഞാനത് ചെയ്യൂലെന്ന് പറഞ്ഞു. എനിക്ക് ആ പ്രാർത്ഥന ഇഷ്ടമല്ല, എൻ്റെ മതത്തിന് ഇഷ്ടമല്ല അത് പറഞ്ഞു. ബഹളം വെച്ചു. അവർ രക്ഷകർത്താവിനെ വിളിച്ചു, ശടിച്ചു തന്നു. കുട്ടിയോട് പറഞ്ഞു നീ ചൊല്ലണ്ടാറുണ്ട്. ഓളപ്പോൾ കുറേ കുട്ടികൾ വേറെയും കൂടി പോലും ചെല്ലില്ല, ഒരു ഖുർആൻ ക്ലാസ് എടുക്കുകയാണ് അവരെ. അള്ളാഹ് അനുഗ്രഹിക്കുമാറാവട്ടെ. അത്രയേ ഉള്ളൂ. ഈമാൻ തൗഹീദിന്റെ ശക്തി മനസ്സിലേക്ക് കയറിയാൽ ഈ ജീവിതത്തിലെ വെല്ലുവിളികളെ, ഭീഷണികളെ ആരൊക്കെയോ കേരളത്തിലും ഇന്ത്യയിൽ നിന്നിട്ട് പറയും മുസ്ലിങ്ങളെ ഞങ്ങൾ അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും. പോടാ, നീ ഒന്നും ചെയ്യൂല, നിനക്കൊന്നും ചെയ്യാൻ നിന്നെക്കാളും വലിയൊരു വന്നിട്ട് ഇതൊക്കെ ചെയ്യാൻ മെനക്കെടുന്നത്. പിന്നെ നിങ്ങളെ കൊല്ലുമായിരിക്കും. ആ ഒരു പക്ഷെ അത് സാധിക്കും. കൊന്നാ രക്ഷപ്പെട്ടു. ഫുസ്തു റബ്ബിൽ കഅബ, കഅബയുടെ നാഥനാണ് ഞാൻ രക്ഷപ്പെട്ടു എന്നാണ് സഹാബികൾ പറഞ്ഞത്. അതിൻ്റെ അപ്പുറം എന്താ? അത്രയേ ഉള്ളൂ. ആസിയ ബീവി അലൈഹിസ്സലാം, ഹദീസിൽ ആ പേര് വന്നു, ഫറോവ. ഞാനാണ് റബ്ബെന്ന് പറയുന്ന ഫറോവ. അയാളുടെ ഭാര്യ ഒതുങ്ങിക്കൂടി. റബ്ബി ബിരിലീന്നൊക്കെ ബൈത്തം ഫിൽ ജന്ന, സ്വർഗത്തിലൊരു വീട് താ പടച്ചോനെ. എന്തുമാത്രം അനുഭവിച്ചു ആ സ്ത്രീ. വനജ്ജിനി മിൻ ഫിറഔന വഅമലി, ഫറോവന്റെ ശർറിൽ നിന്ന് ഇന്നെ കാക്കണം പടച്ചോനെ. ഓൻ എന്തും ചെയ്യുന്നു, ഞാൻ ഓന്റെ കെട്ടിയോളല്ലേ പടച്ചോനെ. ഈ ഓനെ റബ്ബല്ലാന്ന് എനിക്കറിയാം, ഞാൻ ഓനെ റബ്ബായിട്ട് കാണൂല, എൻ്റെ കെട്ടിയോനാ. ഓൻ എന്തുമാവും. പക്ഷേ ഉത്തരവാദപ്പെട്ടവരും അധികാര സ്രോതസ്സുള്ളവരും വേണ്ടപ്പെട്ടവരുമായ മുഴുവൻ എതിർത്ത് നിൽക്കുമ്പോഴും തൗഹീദ് അംഗീകരിക്കാത്ത ഒരു കാര്യത്തിന് ഞാനില്ലെന്ന് പിടിച്ചു നിൽക്കാൻ ഒരു മുസ്ലിം സ്ത്രീക്ക്, ഒരു മുസ്ലിം പുരുഷന് ആസിയുടെ ആ വാക്കുകൾ പ്രചോദനമാവണം. വല്ലാത്തൊരു വാക്കല്ലേ. നേർച്ചന്റെ ചോറുണ്ടെന്ന് വേണ്ടാന്ന് പറഞ്ഞ് അതാക്കുതാക്കും. നിങ്ങളൊന്നും ആക്കൂല പടച്ചോനെ അന്നം മുട്ടിക്കരുത് ഈ ഫരാസ്. നിങ്ങൾക്ക് ആസിയ പറഞ്ഞതുപോലെ മറ്റേ സ്ത്രീ ചോദിച്ചു, ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോവുക, വിജനമായ നാട്, ആരുമില്ല, വെള്ളം പോലുമില്ല, വീടുമില്ല, വിജനമായ ഒന്നും കാണാത്ത മരുപ്രദേശം, കൊഞ്ച് ഒരു സ്ത്രീ മാത്രം. പോകുമ്പോൾ ആ സ്ത്രീ ഒരു ചോദ്യം ചോദിച്ചു. ഹദീസിന്റെ വാചകങ്ങളാ. നിങ്ങൾ പോകുന്നത് നിങ്ങളിഷ്ടപ്രകാര അതോ റബ്ബുൽ ആലമീനായ തമ്പുരാന്റെ നിർദ്ദേശപ്രകാര? പുതിയാപ്പിള ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞു ഹാജറ അലൈഹിസ്സലാമിയോട്, അത് റബ്ബിന്റെ തീരുമാനം, ഞങ്ങൾ പോയിക്കോ. ഞങ്ങളെ കുഴക്കൂല, നിങ്ങൾ പോയിക്കോടി, നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ പോയിക്കോ. റബ്ബിന്റെ കൽപ്പനയാണ്, റബ്ബിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ വിജനമായ മണ്ണിൽ എന്നെയും എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിനെയും കൊണ്ടുവന്നിട്ടിട്ട് ഭർത്താവായ നിങ്ങൾ ഇട്ടേച്ച് പോകുന്നതെങ്കിൽ, പടച്ചവനാണത് നിർദ്ദേശിച്ചതെങ്കിൽ ആ കൽപ്പനക്ക് ഞാൻ വഴിപ്പെടാം. എൻ്റെ ഭർത്താവെ, എന്നെ റബ്ബ് കൈയൊഴിയൂല. എന്ത് വാക്ക് പറഞ്ഞാണ് ആ ഈമാനെ ഞാൻ വിശദീകരിക്കേണ്ടത്? യൂസുഫ് നബി അലൈഹി സ്വലാമിനെ ഒരു പെണ്ണ് വിളിച്ചു, സുന്ദരിയായ ഒരു പെണ്ണ്, സ്വാധീനമുള്ളൊരു പെണ്ണ്, അവൾക്ക് എന്ത് തെറ്റും മറച്ചു വെക്കാൻ മാത്രം കെൽപ്പുള്ള പെണ്ണ്, തൻ്റെ ചാരിത്രം വിട്ടില്ല. ജയിലിലടക്കുന്നറിഞ്ഞ് റബ്ബി അസ്സിജ്നു അഹബ്ബു ഇലയ്യ, പടച്ചോൻ എന്നാ ജയിലാ എനിക്ക് നല്ലത്, ജയിലാ എനിക്ക് നല്ലത്. എൻ്റെ കഫാലത്തും പോയിക്കോട്ടെ, പണിയും പോയിക്കോട്ടെ, ഇന്നെ ഔട്ടാക്കിക്കോട്ടെ, എന്നാലും തമ്മാടിത്തത്തിന് ഞാനല്ല, ഞാൻ മുവഹിദ, ഞാനൊരു തെറ്റ് ചെയ്യൂല, എൻ്റെ ചാരിത്രം ഞാൻ സൂക്ഷിക്കും. ഒരാണിൻ്റെ തീരുമാനം, പെണ്ണിൻ്റെ തീരുമാനം തന്നെ. അസ്സിജ്നു അഹബ്ബു ഇലയ്യ, ഈ തമ്മാടിത്തത്തെക്കാൾ മുവഹിദായ എനിക്ക് നല്ലത് ജയില. യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ഒരു മോനെ ചെറുപ്പത്തിൽ ഈ കിണറ്റിലിട്ട് പോയി യൂസുഫിനെ. സഹോദരൻ ബിന്യാമീനെ യൂസുഫ് നബി അലൈഹി സ്വലാം പിടിച്ചു വെച്ചു അവിടെ. മൂത്ത ജ്യേഷ്ഠൻ ഇത് രണ്ടും സംഭവിച്ചപ്പോൾ നാട്ടിലേക്കില്ലെന്ന് പറഞ്ഞ് പിടിച്ചു നിന്നു. 3 മക്കളും നഷ്ടപ്പെട്ടു. കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട യാക്കൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, ഇല്ല, എനിക്ക് പ്രതീക്ഷ ഉണ്ട്, എൻ്റെ മക്കളെ എനിക്ക് തിരിച്ചു തരും. കാണാതായ ഭർത്താവ്, പൊയ്പോയ മകൻ, നഷ്ടപ്പെട്ടു പോയ വിവരമില്ലാത്തവർ കാത്തിരിക്കും യാക്കൂബ് നബി അലൈഹി സ്വലാമിനെ പോലെ അസ്വരസങ്ങളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ട്. ഒരു നാൾ അവൻ തിരിച്ചു തരാണ്ടിരിക്കില്ല എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മകനെ എന്ന പ്രതീക്ഷയോടെ. അസ്ഹാബുൽ കഹ്ഫിന്റെ ആളുകൾ ഗുഹയിൽ പോയി. ഒരു പറഞ്ഞു ഈ ഷെറ് ജീവിക്കാൻ കഴിയില്ല, അതിനേക്കാൾ നല്ല ഗുഹയാ. അള്ള പറഞ്ഞു നിങ്ങൾ ഉറങ്ങിക്കൊള്ളിയിടാന്ന് പറഞ്ഞു. 10-300 കൊല്ലം സുഖമായിട്ട് പോലെ ഉറക്കി, എന്നിട്ട് ഉണർത്തിക്കൊടുത്തു. ഇനിയുണ്ട് പറയാൻ, സമയം എന്നെ പേടിപ്പിക്കുന്നു. 10 മണിക്ക് അങ്ങാണ്ട് നിർത്തണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്നോട്. മനസ്സിലായില്ല പറഞ്ഞത്? ഇനി വാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിന് ഇതാ ആ തൗഹീദിന്റെ വാക്കുകൾക്കും ആ തൗഹീദിന്റെ ആശയങ്ങൾക്കും ലഭിച്ച മാറ്റങ്ങൾ.
ഏതിനാ അത് കാണാത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ? അബൂ താലിബ് പറഞ്ഞു, മോനെ നന്നപ്പോൾ ഖുറൈശികൾക്ക് എല്ലാവർക്കും വെറുപ്പാണ്, എനിക്കും അറിയത്, അതെനിക്കും അറിയാം, ഞാൻ ഇന്നെ പേടിച്ചിട്ട് അവലൊന്നും ചെയ്യാത്തത്. മൂത്താപ്പ നേരാണ്, സംഗതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരാകരിച്ചൊന്നുമില്ല. ഇനി ഇജ്ജ് നിർത്തിയിട്ടില്ലെങ്കിൽ എനിക്ക് എന്നെ സഹായിക്കാൻ പറ്റൂല. അതുകൊണ്ട് മോനെ ഒരു വല്ലാണ്ട് നിർബന്ധിക്കണം, എൻ്റെ മോനെ ഈ പരിപാടി നിർത്ത്. മൂത്താപ്പ വലത്തെ കയ്യിൽ സൂര്യനെ പിടിച്ചു തന്ന് ഇടത്തെ കയ്യിൽ ചന്ദ്രനെ പിടിച്ചു തന്നിട്ട് ഈ പരിപാടി നിർത്താൻ പറഞ്ഞാൽ ഞാൻ നിർത്തൂല. ഒന്നുകിൽ ഞാൻ ജീവിക്കും, അല്ലെങ്കിൽ മരിക്കും മൂത്താപ്പ. മോനെ അതാ തീരുമാനം, നയ്യ മുന്നോട്ട് പോയിക്കോ. ഈ മൂത്താപ്പുള്ളിടത്തോളം കാലം നിനക്കൊന്നും വരൂല. ഉറങ്ങായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. സഹാബികളൊക്കെ ദൂര സ്ഥലത്താ. വാളെടുത്തൊരു മരത്തമ്മ തൂക്കിയിട്ടിരുന്നു, കിടക്കുക. ഒരുത്തം വന്ന് വാളെടുത്ത് വാളിന്റെ കിലുക്കത്തിൽ ശബ്ദത്തിൽ നബി ഉണർന്നു. അവൻ ചോദിച്ചു, മുഹമ്മദ് നന്നെ ആരായി ഇപ്പൊ രക്ഷിക്കാൻ? ശാന്തമായ മറുപടി, അള്ള രക്ഷിക്കും. അല്ലോ ഈ അല്ലാതില്ല എന്ന് പറഞ്ഞ കാല് ചുംബിക്കാനും പിന്നെ തലക്കെട്ടെടുത്ത് തൊക്കാനൊന്നും പോയില്ല. ഏമാനയങ്ങളില്ലാതെ എന്ന് പറഞ്ഞിട്ടൊന്നും ചെയ്യാൻ പോയില്ല. അള്ള രക്ഷിക്കും എന്ന് പറഞ്ഞു. കയ്യണ്ട് പറിച്ച് വാളണ്ട് താഴത്ത് വീട്. ആ വാള് നബി എടുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നന്നാരാപ്പ രക്ഷിക്കാതെ ചോദിച്ചു. നിങ്ങളല്ലാതെ ആരും രക്ഷിക്കാതെ, ഓടിക്കോ പറഞ്ഞു. ഓടിക്കോ. എന്താണ് ആ ഈമാന്റെ ശക്തി? ജീവിതത്തെ ഈ പരുവത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മളൊക്കെ. ഈ ക്ലാസ് കൊണ്ട് അവസാനിക്കുന്നതല്ല ഈ വീക്ഷണം. തൗഹീദ് കൊണ്ട് കിട്ടേണ്ട ഊർജം ഇതാണ്. പടച്ചവനുണ്ട് കൂടെ. ആളുകൾ കുമ്പിട്ട് നോക്കിയാൽ, ഒന്ന് തലകുനിച്ച് നോക്കിയാൽ, രണ്ട് മനുഷ്യ ശരീരങ്ങൾ ഗുഹക്കകത്തിരിക്കുന്നത് കാണാം. ചുവടുകൾ മാത്രം ബാക്കി നിൽക്കുന്നു. വല്ലാത്തൊരു രംഗ. ഒരെട്ടുകാലി, ഒരു ചെലന്തി, ഒരു വല. ചില ചരിത്രകാരന്മാർ അംഗീകരിച്ചിട്ടില്ല, എനിക്കറിയാം. പക്ഷെ പൊതുവെ പ്രശസ്തമായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അങ്ങോട്ട് കടന്നപ്പോൾ ചെലന്തി വല ഉണ്ടെങ്കിൽ ഒരു കടക്കുമ്പോൾ ആ ചെലന്തി വല പോയിണ്ടാവൂലേ? അബൂബക്കർ പേടിച്ചുകൊണ്ട് ചോദിച്ചു, തന്നെ പറ്റിയല്ല പ്രവാചകനെ പറ്റി പേടിച്ചിട്ട്. പ്രവാചകരെ ഓലൊന്ന് തിരിഞ്ഞു നോക്കിയാൽ രണ്ടാളിലുള്ളൂ. എന്താ അബൂബക്കറെ, മൂന്നാമതായി പടച്ചോനുണ്ടെങ്കിൽ അത് നേരാണ്. രക്ഷിക്കാൻ അള്ളാഹുവിന് മലായിക്കത്തിങ്ങളെ പറഞ്ഞേക്കേണ്ടി വന്നില്ല. ഒരു ചിലന്തി വല കൊണ്ട് 2 ജീവൻ രക്ഷിച്ചു. ഒരു ചിലന്തി വല കൊണ്ട്. നമ്മൾ ആലോചിക്കും പടച്ചോൻ എങ്ങനെ ഇത് ചെയ്യാൻ? പടച്ചോന്റെ പണി നിങ്ങൾ എടുക്കേണ്ട, അതോർത്തോളും. 2 മനുഷ്യ ജീവൻ രക്ഷിക്കാൻ, ഒരു പ്രവാചകനെ മയ്യായി രക്ഷിക്കാൻ മലായിക്കത്തുകളെ ഇറങ്ങേണ്ടി വന്നില്ല. ഒരു ചെലന്തി വല കൊണ്ട് അള്ളാഹു കാര്യം സാധിച്ചു. അതാ കെട്ടുകാര് വല കെട്ടിയതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടാവുമോ? വെറുതെ എങ്ങോട്ട് പോരിന്ന് പറഞ്ഞു ഓരാണ്ട് പോയി. അത് തന്നെ പറഞ്ഞാ തീരൂല. തൗഹീദിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന വിശ്വാസത്തിന്റെ മാനൻ നബിയുൽ അകദിബ്, നബിനു അബ്ദുൽ മുത്തലിബ്. ഞാൻ അള്ളാന്റെ ദൂതനാ, അത് സത്യമാ, അത് കളവല്ല. ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ വേദക്കൂട്ടിയ. യുദ്ധരംഗത്ത് നിന്ന് ഓടിപ്പോകുക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ചെയ്യില്ല. ഉദാഹരണം അവിടെയുണ്ട്. ഇത് കേട്ട് തഴമ്പിക്കാനുള്ളതല്ല, ജീവിതത്തെ കൂട്ടിമുട്ടിച്ച് നിർത്തും പടച്ച തമ്പുരാൻ. മയ്യത്തുകൾ എടുത്തെടുത്തേണ്ടി വരും സ്വന്തം ജീവിതത്തിന്റെ. ദാരിദ്ര്യം മുന്നിൽ വന്ന് നിൽക്കും, രോഗത്തിന്റെ മേൽ രോഗം വന്ന് നിൽക്കും, പ്രയാസങ്ങളുടെ മേൽ പ്രയാസങ്ങൾ വന്ന് നിൽക്കും. പ്രതീക്ഷകൾ നടക്കാതെ പോയിട്ട് ജീവിതം ഇങ്ങനെ ഒരുതരം പരിഭ്രാന്തിയിൽ കൊണ്ടുവന്ന് നിർത്തും. ഞാനൊരു മുവഹിദ, ലാ യുളയ്യന, അവൻ എന്നെ കൈയൊഴിയില്ല, ഇതൊക്കെ കാത്തവനുണ്ടാവും എന്ന് സ്വയം പഠിക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. കുടുംബത്തിനിതുണ്ടാവണം, മക്കളിനിതുണ്ടാവണം, പകർന്നു കൊടുക്കണം. അവിടെ ഉറച്ചു നിൽക്കാൻ സമൂഹത്തിന് തയ്യാറ് കൊടുക്കണം. ഭയപ്പെടുത്തുന്ന പ്രസ്താവനകളും പിന്നെ രംഗങ്ങളും കാണുമ്പോൾ മറ്റോൻ വരുന്നുണ്ട്, ഒന്നോട്ടെ പോയിക്കോട്ടെ, നമുക്കെന്താ? അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നു. ഇന്ത്യയിൽ നിന്ന് ഒരു കുട്ടിനെ മുസ്ലിമിനിക്ക് പുറത്താക്കൂല. പുറത്താക്കാൻ വന്നോ സ്വയം പുറത്താവും. ചരിത്രം അതാ പറഞ്ഞത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയങ്ങളിൽ സിഖുകാരനും ഹിന്ദുക്കളും കൂടിയിട്ട് ആ മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്തത്. ഒടുവിൽ അന്ന് സിഖുകാരൻ ഭായി ഹിന്ദു സമുദായത്തിന്റെ ഭാഗമായിരുന്നു പോലും. അങ്ങനെയാ പറഞ്ഞിരുന്നത്. കാലങ്ങളാണ് കഴിഞ്ഞിട്ട് സിഖുകാരന്റെ കയ്യാൽ ഹിന്ദുവും കൊല്ലപ്പെട്ടു, ഹിന്ദുവിന്റെ കയ്യാൽ സിഖുകാരനും കൊല്ലപ്പെട്ടു. ചരിത്രത്തിന്റെ ആവർത്തനമായിരുന്നു അത്. 947 മുസൽമാനെ കൂട്ടക്കൊല ചെയ്യാൻ ഹിന്ദുവും സിഖുകാരനും കൂടി ഒരുമിച്ച് കൂടി നിരാലംബരായ ഒരുപാട് മുസ്ലിങ്ങളെ കൊന്നൊടുക്കിയത്. നാളുകൾ കഴിഞ്ഞപ്പോൾ പടച്ചവൻ പകരം കൊടുത്തു. നിങ്ങൾ തമ്മിൽ തല്ലി തീർക്കുകയും അത് ലോകത്തിന്റെ നീതിയാ. പടച്ചവൻ കൈയൊഴിയാറില്ല.
ബാബരി മസ്ജിദ് തകർക്കാൻ വേണ്ടി പരിശീലനങ്ങൾ നേടിയ, അതിന് പ്രത്യേകമായി തെരഞ്ഞെടുത്ത വളണ്ടിയർമാരുള്ള പ്രദേശമായിരുന്നു മഹാരാഷ്ട്രയിലെ ലത്തൂർ. ആ ലത്തൂരിൽ പടച്ച തമ്പുരാൻ ഭൂകമ്പമുണ്ടായി, ഭൂചലനമുണ്ടാക്കി, കൊന്നൊടുക്കി നശിപ്പിച്ചു തീർത്തു. പടച്ചവൻ അവന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. കഥയല്ല ഇത്, അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു വിശ്വാസം സഹാബികളെ നോക്കുങ്ങള്. ഹുബൈബ് റളിയല്ലാഹു അൻഹു, ഹുബൈബ് ബിൻ അദി റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ സഹാബിയെ ഒരു ബന്ദിയായി പിടിക്കപ്പെട്ടു, കൊല്ലപ്പെടാൻ പോവുക. വീട്ടു തടങ്കലിൽ നിർത്തി, ഒരു മുശ്രിക്കിന്റെ വീട്ടു തടങ്കലിൽ നിർത്തി കൊല്ലാൻ, ക്രൂശിക്കാനാ തീരുമാനം സഹാബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ മദീനത്ത് ഒരു നാൾ ഈ വീട്ടിൽ താമസിക്കുന്ന അന്ന് പിറ്റേന്ന് തന്നെ ക്രൂശിക്കും എന്നറിയാം ഹുബൈബിന്. അന്ന് ഹുബൈബ് ആ വീട്ടിലെ പെണ്ണിനോട് ചോദിച്ചു, ഒരു കത്തി തരുമോ, ഒക്കെ ഒന്ന് വൃത്തിയാക്കാനാ, താടിമുടിയൊക്കെ ഏതായാലും മരിക്കല്ലേ. ആ പെണ്ണൊരു അബദ്ധം ചെയ്തു, തൻ്റെ കുട്ടിയുടെ വശം കത്തി കൊടുത്തയച്ചു. തൻ്റെ കുട്ടിയുടെ വശം കത്തി കൊടുത്തയച്ചു ഹുബൈബിന്റെ അരികിലേക്ക്. പിന്നെ പെണ്ണിന് ആദ്യമായി, പടച്ചോനെ ഞാൻ എന്താ ചെയ്തത്? ഞങ്ങൾ പിടിച്ചുകൊണ്ടുവന്ന് ബന്ധനത്തിലിട്ടിരിക്കുന്ന, ഞങ്ങൾ നാളെ ക്രൂശിക്കാൻ തീരുമാനിച്ച ഒരു മനുഷ്യന്റെ കയ്യിലേക്ക് എൻ്റെ കുട്ടിയുടെ ജീവനും കത്തിയും കൊടുത്തയച്ചല്ലോ പടച്ചവന്. ഇതൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞ് ബേജാറായ ഉമ്മാനെ നോക്കി ഹുബൈബ് പറയുന്നു, ആ മോനെ വാരിയെടുത്ത് വടിയിൽ വെച്ചു. എന്നിട്ട് ആ കുട്ടിക്ക് തന്റെ പക്കലുള്ള മുന്തിരി തിന്നാൻ കൊടുത്തു. ഉമ്മാന്റെ ബേജാറ് കണ്ടിട്ട് ഹുബൈബ് ചോദിച്ചു, ഈ കുട്ടിനെ എന്തെങ്കിലും ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടല്ലേ? ഞാൻ മുഹമ്മദിന്റെ ശിഷ്യനാ, പേടിക്കണ്ട. ആ കുട്ടിയുടെ ജീവൻ ഒരു 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 മൂലധനമാക്കി, ഒരു ബന്ദിയാക്കി പിടിച്ചു വെച്ചിട്ട് സ്വന്തം ജീവനെ വില വീശിക്കൂടായിരുന്നോ ഹുബൈബിന്? ഈ നിരപരാധിയായ കുഞ്ഞിന്റെ ജീവന് ഒരു ജാമ്യമാക്കി എടുത്തു വെച്ചിട്ട് തന്റെ ജീവൻ സുരക്ഷിതമാക്കാൻ ഹുബൈബിനും ശ്രമിച്ചുകൂടായിരുന്നോ? അത് ചെയ്യൂല മുവഹിദായ ഒരു മനുഷ്യൻ. ഓർക്കണം, നിരാലംബരായ നിരപരാധികളായ സ്ത്രീ പുരുഷന്മാര് വഴിയോരങ്ങളിലും യാത്രയിലും നടക്കുന്ന ആളുകളെ വെടിവെച്ച് കൊന്നിട്ട് അതിലൂടെയാണ് ഇസ്ലാമിന്റെ നവോത്ഥാനം എന്ന് ചിന്തിക്കുന്ന പാമരന്മാരെ, ഈ സമുദായത്തിന്റെ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ഇതാണ് ഇസ്ലാമിന്റെ മാതൃക. ഒരു നിരപരാധിയുടെ രക്തം ചിന്തിയിട്ട് അള്ളാന്റെ കെലിമത്ത് ഉയർത്താൻ അള്ളാഹ് പറഞ്ഞിട്ടില്ല. മുസ്ലിം സമുദായത്തിന് ഇസ്സത്ത് ഉണ്ടാക്കാനും പറഞ്ഞില്ല. നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ. തൗബ ചെയ്തോളൂ, സമുദായത്തെ ഇനിയെങ്കിലും നാശത്തിലേക്ക് കൊണ്ടുപോകാണ്ടിരിക്കുക. ഹുബൈബ് അള്ളാന്റെ റസൂലിന്റെ കത്തുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന സഹാബികളുണ്ട്. ഹിറക്കൽ രാജാവിന്റെ കൊട്ടാരത്തിൽ കടന്നു ചെന്ന് ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനാണെന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്ന കത്ത് കൊടുത്ത സഹാബികള്. ആരോരും കാണാതെ തോന്നിയാസം ചെയ്തൊരു പെണ്ണ്, ഒരു സഹാബിയത്തായ പെണ്ണ്, ഓമിനി കുടുംബത്തിലെ ഒരു പെണ്ണ്, അവൾ വ്യഭിചാരം എന്ന കുറ്റം ചെയ്തു. അവൾ മുവഹിദത്താണ്. അവൾക്ക് മനസ്സിലായി താൻ ചെയ്തത് തെറ്റാണ്. ഈ ദുനിയാവിൽ ആരും അറിഞ്ഞില്ല. തനിച്ചൊരു തെറ്റ് ചെയ്തില്ലല്ലോ. ആ തെറ്റ് ചെയ്ത പുരുഷൻ അത് ഏറ്റു പറയാനും പോയില്ല. അയാൾ മുസ്ലിമാണോ കാഫറാണോ അറിയില്ല, ആരും ചോദിക്കാനും പോയിട്ടില്ല. ആ പെണ്ണിന് ഇരിക്കപ്പൊറുതിയില്ല. മുവഹിദായ മനുഷ്യന്റെ മനസ്സാണിത്. അള്ളാന്റെ റസൂലിന്റെ കോടതിയിൽ വന്ന് പറഞ്ഞു, സമീപത്ത് വന്ന് പറഞ്ഞു, പ്രവാചകരെ ഞാൻ ആ തെറ്റ് ചെയ്തു, എന്നെ ശുദ്ധീകരിക്കുകയെറിഞ്ഞു കൊല്ലേ. ഇഷ്ടപ്പെടാതെ മുഖം തിരിച്ചു. പ്രവാചകന്റെ ഭാഗത്തൊക്കെ മുഖം തിരിച്ച് ആ പെണ്ണ് വന്നു. പ്രവാചകൻ ആ പ്രതികരണമേ ഇഷ്ടമായില്ല എന്നർത്ഥം. എന്തിനെൻ്റെ അടുത്ത് വന്ന് പറയുന്നു എന്ന് പിന്നീട് ചോദിക്കുകയും ചെയ്തു. നീ ഗർഭിണിയോ മറ്റോ ആണെങ്കിൽ നീ പ്രസവിച്ച ശേഷം വാ എന്ന് പറഞ്ഞു. അവൾ പോയി പ്രസവിച്ച് 10 മാസം കഴിഞ്ഞ ആ സ്ത്രീ വന്നു. അവളെ മനസ്സിലെ കുറ്റബോധം തീരുന്നില്ല. പ്രവാചകരെ ഇനിയെങ്കിലും എന്നെ ശുദ്ധീകരിക്ക്, ഞാൻ പ്രസവം കഴിഞ്ഞുവല്ലോ, എറിഞ്ഞു കൊല്ലണമെന്ന ആ പെണ്ണിന്റെ ആവശ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നെ ഇപ്പൊ എറിഞ്ഞു കൊന്ന ഈ കുട്ടിക്കാരെ ഭക്ഷണം കൊടുക്കുക, മുല കൊടുക്കണ്ടേ? അതുകൊണ്ട് കുട്ടിക്ക് ഭക്ഷണം കഴിക്കേണ്ട പ്രായം 2 കൊല്ലം കൂടി കഴിയട്ടെ എന്ന് പറഞ്ഞു. സഹാബികളും നബിയും ഒക്കെ അത് മറന്നു കാണണം, അറിയില്ല. 2 കൊല്ലത്തിന് ശേഷം ഈ കുട്ടിയുടെ കയ്യിൽ, 2 വയസ്സായ കുട്ടിയുടെ കയ്യിൽ റൊട്ടിക്കഷ്ണം കൊടുത്തുകൊണ്ട് ആ പെണ്ണ് വന്നിട്ട് പറഞ്ഞു, ഇനിയെങ്കിലും അമാന്തിക്കരുത് പ്രവാചകരെ, എറിഞ്ഞു കൊല്ലണം. ഈ പെണ്ണിന്റെ മനസ്സിനെ ചലിപ്പിച്ച വികാരം എന്താണ്? ആ പെണ്ണിന്റെ മനസ്സിനെ വേലിയേറ്റമുണ്ടാക്കിയ, അവളുടെ സ്വസ്ഥത നഷ്ടപ്പെടുത്തിയ വികാരം എന്താണ്? ആ വികാരമാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്ന തൗഹീദ് എന്ന് പറയുന്ന വികാരം. ഈ മാറ്റം നമ്മളിൽ ഉണ്ടാവണമെന്നാണ് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കാം. ഞാൻ എന്തേ പറഞ്ഞുള്ളൂ? തൗഹീദിലേക്ക് വരുന്ന നമുക്കുണ്ടാവുന്ന ഒരു മാറ്റം, ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകളുള്ള മാറ്റവും സഹാബാക്കിറാമിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിധേയത്വവും ഇതിനുള്ള പ്രവർത്തനവുമാണ് എന്നർത്ഥം. ഞാൻ ഉദ്ദേശിച്ചത്,
ഈ ക്ലാസ്സിന് വരുന്നവരിൽ മിക്കവാറും ആളുകൾ തൗഹീദിനെ പറ്റി ഒരു ധാരണയുള്ളവരായിരിക്കും. ആ കാഴ്ചപ്പാടുകളെ പറ്റിയുള്ള വീക്ഷണം പറഞ്ഞു വെക്കുകയാണ് ഗുണകരം എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീക്ഷണത്തിൽ പോയത്. ഇൻഷാ അല്ലാഹ് മറ്റേതെങ്കിലും സന്ദർഭം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ആ വിഷയത്തിൻ്റെ ബാക്കി ഭാഗത്തേക്ക് സംസാരിക്കാം എന്ന് പറയുക. അതെനിക്ക് പറയാനുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, ലോകത്ത് മനുഷ്യർക്ക് നല്ലവരാവാനും ശുദ്ധരാവാനും ഈ തൗഹീദ് തന്നെ ആവശ്യമുണ്ടോ എന്നൊരു ചിന്തയുണ്ടാവും. അതൊരു വലിയ ടോപ്പിക്കാണ്. പിന്നെ ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലേക്ക് പോയിട്ടൊരു ചർച്ചയാണ്. അത് രണ്ടും ബാക്കി വെക്കുകയാണ്. അതിൽ ഈ ഭാഗത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാവാൻ ഒരു വാചകം പറയട്ടെ ഞാൻ. അതെന്താണെന്നറിയോ? ഇന്ന് ലോകത്ത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാ ജനവിഭാഗങ്ങളെയും നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിരാലംബരായ ജനങ്ങളെ കൂട്ടക്കുരക്ക് വിധേയമാക്കുന്ന രാജ്യങ്ങളാവട്ടെ, ലൈംഗികവും സാമ്പത്തികവുമായ അരാജകത്വങ്ങൾ നിലനിൽക്കുന്ന നാടുകളാവട്ടെ, ആ സംസ്കാരശൂന്യമായ നിലവാരങ്ങളുള്ള നാടുകളിൽ മുഴുവൻ ഇസ്ലാമിന് വേരോട്ടമില്ലാത്ത നാടുകളാണെന്ന് തിരിച്ചറിയാം. എനിക്കൊരു ചോദ്യമുണ്ട് ഇവിടെ. ഇവർ അംഗീകരിക്കുന്ന മതങ്ങൾ, അത് ക്രൈസ്തവ മതമോ മറ്റെന്ത് മതമായിരുന്നാലും ശരി, ആ മതങ്ങൾ മനുഷ്യനെ ശുദ്ധീകരിക്കാൻ മാത്രം പ്രാപ്തമാണെങ്കിൽ എന്തേ ഈ മതനേതാക്കൾ ഈ നിരാലംബരെ കൊന്നൊടുക്കുന്നതിൽ നിന്നും ഈ ഭരണാധികാരികളെ തടഞ്ഞു നിർത്തുന്നില്ല? എന്തേ ഇവരുടെ കൈപിടിക്കാത്തത്? എന്താ ഈ തെമ്മാടിത്തങ്ങളിൽ നിന്ന് ആ ജനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിയാത്തത്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? തൗഹീദുള്ള ജനങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങളിൽ നോക്കൂ, ഈ തമ്മാടിത്തങ്ങളില്ല, ഈ ക്രൂരതകളില്ല, ഈ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങളില്ല. ഇത് ലോകത്തിന്റെ ചിത്രമാണ്. ലോകത്തെവിടെ തൗഹീദും ഇസ്ലാമും ഉണ്ടോ അവിടെ മനുഷ്യ സംസ്കാരമുണ്ട്, മനുഷ്യന് നീതിയുണ്ട്, നിരാലംബർക്ക് ജീവിക്കാൻ സമാധാനമുണ്ട്. എവിടെ തൗഹീദും ഇസ്ലാമും ഇല്ലാതിരിക്കുന്നുവോ അവിടെ ക്രൂരതകളാണ് നടമാടുന്നത് തിരിച്ചറിയുക. ഇനി നിങ്ങൾ നോക്ക്, ലോക സമസ്തോ സുഖിനോ ഭവന്തു പറയുന്നവരാ ഇന്ത്യയിലെ ജനങ്ങള്. പക്ഷെ മുസൽമാനായതിന്റെ പേരിൽ മുസൽമാന് സുഖിനോ ഭവന്തു ഇല്ല. ഇനി നിങ്ങളറിയോ, അവിടെ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങള്, അന്യമതത്തിൽപ്പെട്ടവനെ പ്രേമിച്ചു എന്നതിന്റെ കാരണത്താൽ ഗ്രാമമാകെ ചുട്ടുകരിക്കുക, ഹരിജനെ കൊണ്ട് മലം തീറ്റിക്കുകയാ. സന്യാസിമാരുടെ ആസ്തി കണ്ട് ഞെട്ടിപ്പോയി. പരിത്യാഗികൾക്ക് 1200 കോടിയാണ് പോലും പരിത്യാഗിയുടെ ഇത്. ലോകത്തെ ഒരു മുസൽമാൻ പണ്ഡിതനും ഇങ്ങനത്തെ ഒരു കോടി ഉണ്ടാവില്ല. വലിയ ശൈഖന്മാരുടെ മുഫ്തികള് സൗദി അറേബ്യയിലെ ഈ ആസ്തി ഓരാന കയ്യിലുണ്ടാവില്ല. കൊട്ടേഷൻ എടുക്കുന്ന സന്യാസിമാർ, മുസ്ലിങ്ങളെ കൂട്ടക്കൊല ചെയ്യാൻ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞാൽ കൊട്ടേഷൻ എടുക്കുന്ന സന്യാസിമാർ. ഞാൻ അവസാനം പറഞ്ഞു വെച്ച നിങ്ങളുടെ ചിന്തയിലേക്ക് എനിക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ പോയ ഒരു വിഷയം, ഒരു ഭാഗം. അതെന്താണെന്നറിയോ? വർത്തമാനകാലം നമ്മളെ പഠിപ്പിക്കുന്നു മനുഷ്യൻ മനുഷ്യനായി മാറാൻ, മനുഷ്യനിൽ മനുഷ്യത്വം ഉണ്ടാവാൻ, മനുഷ്യനിൽ സംസ്കാരം ഉണ്ടാവാൻ അത് ഇസ്ലാമും തൗഹീദും കൂടിയേ തീരൂ. അതുള്ളിടത്ത് ഇതൊക്കെ ഈ ക്രൂരതകളൊന്നുമില്ല, അതില്ലാത്തിടത്ത് ഇതൊക്കെ നിലനിൽക്കുകയും ചെയ്യുന്നു. അള്ളാന്റെ തൗഫീക്കിനാൽ ആ തൗഹീദിന്റെ മാർഗം ലഭിച്ച ആളുകളായ നമ്മൾ കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ വരുന്ന റമദാൻ മാസങ്ങൾ ഈ തരം പുണ്യപ്രവർത്തനത്തിന്റെ മാർഗങ്ങളായി തിരഞ്ഞെടുക്കുകയും റബ്ബുൽ ആലമീനായ തമ്പുരാൻ ഈ കാര്യത്തെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും ഇതിൽ പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് റബ്ബുൽ ആലമീനായ നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റഹ്മാനായ റബ്ബെ, മുവഹിദുകളാക്കി തീർത്ത ഞങ്ങളെ ഈ തൗഹീദിന്റെ മാർഗത്തിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ നാഥ. ഇതിൽ വന്നുപോയ വീഴ്ച അള്ളാഹുവെ നീ പുറത്തു തരികയും ഈ വീഴ്ചകൾ വരാത്തവരായ, സംഭവിക്കാത്തവരായി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ നാഥ. അള്ളാഹുവെ, ഞങ്ങളുടെ മുസ്ലിം സമൂഹത്തിലെ ഞങ്ങളുടെ സുഹൃത്തുക്കളായവരിൽ പലരും ഈ തൗഹീദിന്റെ സന്ദേശം മനസ്സിലാക്കാൻ സാധിക്കാതെ പോയവരാണ്. അവർക്ക് ഈ കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാനും അവരെ ഈ ഭാഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരാനും റബ്ബുൽ ആലമീനായ തമ്പുരാനെ നീ തൗഫീഖ് നൽകണമേ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.